എല്ലാവർക്കും ഹായ് ഹലോ നമസ്കാരം. ടോപ്പിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ്. നമ്മൾ റിലേഷൻഷിപ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. യെസ്, റിലേഷൻഷിപ്സ്. ഇപ്പൊ നിങ്ങളുടെ പ്രായത്തിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് അവരൊക്കെ പല റിലേഷൻഷിപ്സിലേക്ക് പോകുന്നു, കെട്ടിപ്പോകുന്നു അല്ലെങ്കിൽ കപ്പിൾസ് ആവുന്നു. പക്ഷെ ഒരു UPSC അല്ലെങ്കിൽ PSC കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ഒറ്റ റിലേഷൻഷിപ്സിന് മാത്രമേ സ്ഥാനം കാണാവൂ. ദാറ്റ് ഈസ് സെന്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്. ഈ ഒരു ടോപ്പിക്കാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാംസിനൊക്കെ ഒരു റാങ്ക് മേക്കിംഗ് ടോപ്പിക്കായിട്ട് വരാൻ പോകുന്നത്. സോ ഇപ്പൊ വീട്ടുകാർ നിർബന്ധിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ട അല്ലെങ്കിൽ ഇനി നിനക്കൊന്നും കിട്ടിക്കൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാം, ഫ്യൂച്ചർ റിലേഷൻഷിപ്സ് ഒക്കെ ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, എനിക്ക് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് പഠിച്ചു തീർക്കണം, എന്നിട്ടൊരു ജോലിയിലേക്ക് എത്തണം, അതിനുശേഷം മാത്രമേ മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്സിനെ പറ്റി നിങ്ങൾ ചിന്തിക്കൂ എന്നൊരു എന്താ പറയാ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് ഈ ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാം. ബിക്കോസ് ട്രഡീഷണലി സ്പീക്കിംഗ് UPSC വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ PSC ഇത് അടുത്ത കാലത്താണ് ഇമ്പോർട്ടൻസിലേക്ക് എത്തുന്നത്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് പേപ്പർ 2 എടുത്തു പറയുന്നുണ്ട് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്സ്. പക്ഷെ അതിനു മുമ്പ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ടോപ്പിക്കിന് KS വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്പനി ബോർഡ്, എക്സൈസ് ഇൻസ്പെക്ടർ, ഇനി അങ്ങോട്ട് വരുന്ന PSC എക്സാംസിന് നമുക്ക് അരച്ച് കലക്കി പഠിക്കേണ്ട ഒരു കോംപ്ലിക്കേറ്റഡ്, കുറച്ച് ടെക്നിക്കൽ, കുറച്ച് ഡ്രൈ ഏരിയ ആണിത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടോപ്പിക്. എനിക്ക് കറണ്ട് അഫയർ റിലവൻസ് ആയതുകൊണ്ട് നമുക്കിത് മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും. സോ നിങ്ങൾ എപ്പോഴും ഇരിക്കുന്നത് നല്ല ആക്റ്റീവായിട്ട് ക്ലാസ്സിൽ ഇരിക്കുക. നമുക്ക് മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരിക്കലും മറന്നു പോവാത്ത രീതിയിൽ ഈ ഒരു ടോപ്പിക്ക് എന്താ അരച്ച് കളിക്ക് ഇന്നങ്ങ് പഠിക്കാം. ഇതിന്റെ ചെറിയൊരു പോർഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാലോ. ഈ ടോപ്പിക് ഡിഫിക്കൽട്ട് ആണെന്ന് പല വിദ്യാർത്ഥികളും പറഞ്ഞിരുന്നു. നമുക്ക് അതൊക്കെ സെറ്റ് ആക്കാം. എഗൈൻ ഈ ഒരു ക്ലാസ് യൂട്യൂബിൽ കാണുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ക്ലാസ് ആണ് ഈ ടോപ്പിക്, അതുകൊണ്ട് ഈ ക്ലാസ് നമ്മൾ യൂട്യൂബിൽ ഇടുന്നതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ കംപ്ലീറ്റ് ക്ലാസ് നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു നോട്ട് മതി. കാര്യം ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ ഏറ്റവും മികച്ച ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മികാന്ത് ആണ്. ലക്ഷ്മികാന്ത്. ഇതിനകത്ത് ലക്ഷ്മികാന്തിലെ പോയിന്റുകൾ പരമാവധി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം മറ്റ് അഡീഷണൽ കേസ് സ്റ്റഡീസ്, റെഫറൻസ് മെറ്റീരിയൽ, സിവിൽ സർവീസസ് ടെക്സ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ UPSC പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് മതി. ഇന്നത്തെ ഈ ടോപ്പിക്കിനകത്ത് പറയുന്ന കാര്യങ്ങൾ ആ ഒരു ടോപ്പിക്കിനകത്ത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, കറണ്ട് അഫയേഴ്സ് മാത്രം നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്. ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ പറ്റി ഇത്രയും കാര്യമായിട്ട് പഠിക്കാനുണ്ടോ? ഇപ്പോ നിങ്ങൾ ബ്രിട്ടനിൽ ജനിച്ചൊരു വ്യക്തി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ടോപ്പിക്ക് പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. പക്ഷെ അമേരിക്കയിൽ ജനിച്ചൊരു വ്യക്തിയാണ് ഒരുപക്ഷെ പഠിക്കേണ്ടി വന്നേക്കാം. ഇന്ത്യയിൽ ജനിച്ചൊരു വ്യക്തി എന്നുള്ളത് ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ. ബിക്കോസ് ഡെയിലി രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്നും എന്തായിരിക്കും? കേന്ദ്ര സർക്കാരിനെതിരായിട്ട് സംസ്ഥാന സർക്കാർ ആഞ്ഞടിച്ചു, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തുന്നു, ഗവർണറും ചീഫ് മിനിസ്റ്ററും തമ്മിലുള്ള അടി. അത് കേരളത്തിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും നോർത്ത് ഈസ്റ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും തന്നെ സംഭവം. അപ്പോ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ കറണ്ട് അഫയേഴ്സിൽ ഭയങ്കര നിറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇവിടെ ഭയങ്കര എന്താ പറയുക രസകരമായിട്ടുള്ള ഒരു മെറ്റഫോർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഭാര്യ ഭർത്തൃ ബന്ധമാണ് പലപ്പോഴും പറയാറുണ്ട്, അല്ലെ? വളരെ അണ്ടർസ്റ്റാൻഡിംഗ് മുന്നോട്ട് പോകണമെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയാം. പക്ഷേ അത് എപ്പോഴാണ് ടോക്സിക് ആവുക? ആരാണ് വലുത് എന്നുള്ള ഈഗോ വരുമ്പോഴാണ് പലപ്പോഴും ആ റിലേഷൻഷിപ്പ് തകർന്നു പോകുന്നത്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിന് നമുക്ക് ഏറ്റവും അധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഞാനാണോ വലുത്, അല്ലെങ്കിൽ അതാണോ വലുത്, ഇതാണോ വലുത്, അതോ എന്റെ താല്പര്യങ്ങൾക്കാണോ ഇമ്പോർട്ടൻസ്, അതോ അവരുടെ താല്പര്യങ്ങൾക്കാണോ ഇമ്പോർട്ടൻസ്? ഈ ഒരു ക്ലാഷ് വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ പൊളിറ്റി അൺസ്റ്റേബിൾ ആവുന്നത്. ബിക്കോസ് ഇന്ത്യൻ പൊളിറ്റി ഹാങ്സ് ഇൻ എ വെരി ഡെലിക്കേറ്റ് ബാലൻസ് ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയും. നമ്മുടെ രാജ്യത്തിന് പുരോഗമിക്കണമെങ്കിലും മുന്നോട്ട് പോകണമെങ്കിലും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അതിനു മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാലോ. ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കൂ? ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ്. യെസ്, എക്സാക്ട്ലി. ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ ആണ്. ഇത് എന്താണെന്നൊക്കെ ഞാൻ ഇപ്പം പറഞ്ഞുതരാമേ. ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ ആണ്. 1 സെക്കൻഡ്, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ വന്നു. 1 സെക്കൻഡ്.
യെസ്. എന്താ ഫെഡറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഫെഡറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കേന്ദ്ര സർക്കാരും ഉണ്ട്, സംസ്ഥാന സർക്കാരും ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിലും അങ്ങനെയാണ്, കേന്ദ്ര സർക്കാർ, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. അമേരിക്കയിലും അങ്ങനെയാണ്. ഒരു ഫെഡറൽ, അവിടെ അതിനെ ഫെഡറൽ ഗവൺമെന്റ് എന്ന് വിളിക്കുക. ഇന്ത്യയിൽ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഫെഡറൽ ഗവൺമെന്റ് എന്ന് പറയും. ഫെഡറൽ ഗവൺമെന്റ് ഉണ്ട്, 50 സ്റ്റേറ്റുകളുണ്ട്. ഒരു ട്രൂ ഫെഡറേഷൻ, ഒരു ക്ലാസിക്കൽ ഫെഡറേഷൻ, ഇപ്പൊ അമേരിക്ക ഒരു ക്ലാസിക്കൽ ഫെഡറേഷൻ ഉദാഹരണമാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അവരുടേതായിട്ടുള്ള ഒരു സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസും ഡൊമീനിയനും ഉണ്ട്. അതിന് പുറത്തേക്ക് അവർ പോകത്തില്ല. ഇപ്പൊ ട്രംപ് എത്ര പവർഫുൾ ആണെന്ന് പറഞ്ഞാലും, ഇപ്പം ഏറ്റവും വലിയ വട്ടൻ ട്രംപ് ആണെന്നൊക്കെ പറയാറുണ്ടല്ലേ, എത്ര വലിയ വട്ടനാന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് അമേരിക്കയിലെ ഐക്യനാടുകൾ, സ്റ്റേറ്റ്സിനെ ഒരു പരിധിയിൽ കൂടുതൽ ഉപദ്രവിക്കാൻ ഒക്കത്തില്ല. കാരണം ഇവിടെ ഓരോ സംസ്ഥാനങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള നിയമമുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള കസ്റ്റംസ് ഉണ്ട്, ട്രഡീഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരിക്കലും ഫെഡറൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന് ഈ സ്റ്റേറ്റ് ഗവൺമെന്റിനെ അനാവശ്യമായി പ്രഷർ ചെയ്യാനോ അവരുടെ അധികാരങ്ങൾ കൈകടത്താനോ പറ്റത്തില്ല. പക്ഷെ ഇന്ത്യയിലെ കേസ് എങ്ങനെയാ? ഇന്ത്യയിലും കേന്ദ്ര സർക്കാരുണ്ട്, സംസ്ഥാന സർക്കാരുണ്ട്. നാളെ കേന്ദ്ര സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ സാധിക്കും. അത് ഇന്ത്യയുടെ ഒരു ക്വാസി ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതാ. നമുക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ഈ പറഞ്ഞതുപോലെ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഡൊമിനിയൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിലെ പല പ്രൊവിഷൻസും കേന്ദ്രത്തിന് അനുകൂലമാണ്. സോ ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ടിൽറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാ? കേന്ദ്രത്തിലേക്കാണ്. അപ്പോ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ പവർഫുള്ളും സംസ്ഥാന സർക്കാർ അത്ര പവർ ഇല്ലാത്ത ഫെഡറൽ യൂണിറ്റ്സും ആണ്. അതുകൊണ്ടാണ് ഇന്ത്യ നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാസി ഫെഡറലിസം. വാട്ട് ഇസ് മീൻ ബൈ ക്വാസി? ഇറ്റ് മീൻസ് അതുപോലെ. ഫെഡറലിസം ആണോ? ആണ്. ഫെഡറലിസം അല്ലേ? അല്ല. അതാണ് ക്വാസി ഫെഡറലിസം. ഫെഡറലിസം പോലെ ഒരു സാധനം. ഇത് ട്രൂ ഫെഡറേഷൻ അല്ല. അമേരിക്ക പോലെ ക്ലാസിക്കൽ ഫെഡറേഷൻ അല്ല, പക്ഷെ ഇതൊരു ക്വാസി ഫെഡറേഷൻ ആണ്. അപ്പൊ ഈ ക്വാസി ഫെഡറൽ സ്ട്രക്ചർ നമ്മൾ ഏത് രാജ്യത്ത് നിന്നും കടം കൊണ്ട ഐഡിയോളജിയാണ്? സ്ഥിരം PSC ക്വസ്റ്റ്യൻ ആണ്, UPSC പല പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലെ. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എക്സാക്ട്ലി, കനേഡിയയിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ, ഫെഡറേഷനും ആണെന്നും പറയാൻ പറ്റത്തില്ല, അല്ലെന്നും പറയാൻ പറ്റത്തില്ല, ഒരു അവിയല പരുവം നമ്മൾ സ്വന്തമാക്കിയത് കാനഡയിൽ നിന്നാണ്. റൈറ്റ്. സി, നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കാം. അമേരിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൺട്രി യുണൈറ്റഡ് അണ്ടർ വൺ ഗോഡ് ആൻഡ് വൺ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഒറ്റ കൾച്ചർ, ഒറ്റ ഹിസ്റ്ററി. പക്ഷെ ഇന്ത്യ എങ്ങനാണോ? ഒരു മല കടന്ന് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ കന്നഡികയുടെയോ അല്ലെങ്കിൽ ആന്ധ്രയുടെയോ ഭാഷ നമുക്ക് മനസ്സിലാവും, തമിഴ് പിന്നെയും മനസ്സിലാവും. നോ, ഇന്ത്യ ഇസ് എ വെരി ഡൈവേഴ്സ് കൺട്രി. ഇന്ത്യ പോലെ രാജ്യത്ത് നമുക്ക് എന്താ പറയാ, അമേരിക്ക പോലെ ടു ഫെഡറേഷൻ ഒന്നും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒക്കത്തില്ല. നമുക്ക് തമാശക്ക് ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എടുത്ത ഡിസിഷൻ പല സന്ദർഭങ്ങളും റൈറ്റ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും. ഇന്ത്യയുടെ സ്ട്രക്ചർ, ജോഗ്രഫി, ലാംഗ്വേജ്, കൾച്ചർ എല്ലാം ഡിഫറെന്റ് ആണ്. ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 ചെറു രാജ്യങ്ങൾ അടങ്ങിയ കൾച്ചറൽ ഐഡന്റിറ്റീസ് ഉള്ള ഒരു മഹാരാജ്യമാണ് ഇന്ത്യ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് ഇന്ത്യയുടെ ഒരു അവസ്ഥ, കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ. അപ്പൊ നമുക്ക് ഇവിടെ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ഒന്ന് പഠിക്കാം. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ആർട്ടിക്കിൾ, വെരി ഫസ്റ്റ് ആർട്ടിക്കിൾ, അതിലെന്താ പറയുന്നത്? ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് അല്ലെ. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പറയുന്നില്ല. ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. എക്സാക്ട്ലി. അപ്പോ ഇത് നിങ്ങൾ മനസ്സിലായി, ഇന്ത്യ ഇസ് നോട്ട് എ ഫെഡറേഷൻ ബട്ട് എ ക്വാസി ഫെഡറൽ സ്ട്രക്ചർ. ഇവിടെയാണ് നമുക്ക് ഈ റിലേഷൻഷിപ്സിനെ പറ്റി പഠിക്കേണ്ടത്. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ് റിലേഷൻഷിപ്സ്. സി, വെൻ ഇറ്റ് കംസ് ടു യുണൈറ്റഡ് കിങ്ഡം അല്ലെ, ദ യുണൈറ്റഡ് കിങ്ഡം, അവിടെ നോർത്തേൺ അയർലൻഡ് ഉണ്ട് അല്ലെ, ഇംഗ്ലണ്ട് ഉണ്ട്, വെയിൽസ് ഉണ്ട്, സ്കോട്ട്ലൻഡ് ഉണ്ട്, കേന്ദ്ര സർക്കാരും ഉണ്ട്. അപ്പൊ അവിടെ ഒരു യൂണിറ്ററി സിസ്റ്റം ആണ്. അവിടെ ഇന്ത്യ പോലെ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, അങ്ങനെ സെറ്റപ്പ് അവിടെ ഇന്ത്യൻ സ്ട്രക്ചർ പോലെ ഇല്ല. അവിടെ കേന്ദ്ര സർക്കാരാണ്, അല്ലെങ്കിൽ പാർലമെന്റ് ആണ് അവിടെ എല്ലാം. പക്ഷെ അമേരിക്കയിലും ഇന്ത്യയിലും ഡിഫറെന്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് കമ്പാരിസൺ ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇന്ത്യയിലെ ഫെഡറൽ സംഹിതയെ പറ്റി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോവാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ദ ഫെഡറൽ ഗവൺമെന്റ്, ദ സെൻട്രൽ ഗവൺമെന്റ്, അവരും സ്റ്റേറ്റ് ഗവൺമെന്റും ഹാൻഡ് ഇൻ ഹാൻഡ് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ഇന്ത്യക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ശ്രമിക്കുന്നു അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനാണ്, നമ്മുടെ ഭരണഘടന. അതുകൊണ്ടാണ് ഇന്ത്യൻ ഫെഡറേഷനെ കോപ്പറേറ്റീവ് ഫെഡറേഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ. കോപ്പറേറ്റീവ് ഫെഡറേഷൻ കഴിഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനും ചോദിച്ചൊരു ചോദ്യമാണ്.
നമുക്കിത് മെയിൻസിനും പ്രതീക്ഷിക്കാം. വാട്ട് ഈസ് മീൻ ബൈ കോപ്പറേറ്റീവ് ഫെഡറേഷൻ? നമ്മൾ ഡിഗ്രി ലെവൽ എക്സാംസിന് പഠിക്കുമ്പോൾ KS നിലവാരത്തിൽ പഠിക്കാം. അതാകുമ്പോൾ നമുക്ക് മറ്റുള്ള എല്ലാ എക്സാംസ് ഈസി ആയിരിക്കും. കോപ്പറേറ്റീവ് ഫെഡറേഷൻ എന്ന് വെച്ചാൽ എന്താ? ഇന്ത്യൻ ഫെഡറേഷന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ലൈസ് ഇൻ ദ കോപ്പറേഷൻ, സഹകരണം. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ എന്നുള്ള സഹകരണം, കോപ്പറേഷന്റെ ബേസിസിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്, കോൺഫ്ലിക്റ്റിന്റെ ബേസിസിലല്ല. ഒരു 2-3 വർഷം മുമ്പുള്ള സിവിൽ സർവീസ് മെയിൻസിലെ ഒരു ബ്യൂട്ടിഫുൾ ചോദ്യം ഇതായിരുന്നു. ഇന്ത്യൻ ഫെഡറേഷൻ നമുക്ക് എന്ത് കാണാം? കോപ്പറേഷൻ കാണാം, കോൺഫ്ലിക്റ്റ് കാണാം, കൺഫ്രണ്ടേഷൻ കാണാം. ഓരോന്നിന്റെ എക്സാമ്പിൾ പറയാനാ പറഞ്ഞത്. ഡെയിലി പത്രം വായിക്കുന്ന ആർക്കും ആ ചോദ്യത്തിന് ആൻസർ എഴുതാം. കോപ്പറേഷൻ എക്സാമ്പിൾ എന്താ? നീതി ആയോഗ്. നമ്മളെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കോപ്പറേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അല്ലേ നീതി ആയോഗ്. കൺഫ്രണ്ടേഷന്റെ ടോപ്പിക് എന്താ? അതായത് പരസ്പരം അടി ഉണ്ടാകുന്ന ടോപ്പിക് എന്താ? ഈ പറഞ്ഞതുപോലെ ഗവർണർ ഇഷ്യൂ അല്ലെ. സംസ്ഥാന സർക്കാർ ഒരു നിയമം പാസ്സാകും, ഗവർണർ പാസ്സാകത്തില്ല. ഗവർണർ ഇഷ്യൂ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ തമ്മിലുള്ള ഇഷ്യൂ അല്ലെ. കൺഫ്രണ്ടേഷൻ കേരളത്തിലെ ചൂരൽമല ദുരന്തത്തിലെ കേന്ദ്ര സർക്കാർ ഫണ്ട് തരുന്നതെന്ന് കേരളം പറയുന്നു, കേരള ഫണ്ട് വിനിയോഗിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു അല്ലെ. അപ്പൊ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമുക്ക് കിട്ടും. കോൺഫ്ലിക്റ്റിന്റെ കേസ് എന്താ? അത് നമുക്ക് താഴെ പഠിക്കാം. ഡോക്ടർ റിപ്പഗ്നൻസി എന്ന് പറയും അല്ലെ. എക്സാക്ട്ലി. ലാംഗ്വേജ് ഇമ്പോസിഷന്റെ കേസസ് വരുന്നു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഐഡിയ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇതൊക്കെ എന്താ പറയാ, ഒരു UPSCയുടെ ഫൗണ്ടേഷൻ പോലെ കാണാം. ഇതൊക്കെ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, UPSC ട്രൈ ചെയ്യാം. അപ്പൊ ഇതിന്റെ കേസിൽ നമ്മൾ 3 ഡയമെൻഷനിലാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നമ്മൾ ഈ ബന്ധത്തിനെ പറ്റി പറയുന്നത്. 3 ഡയമെൻഷൻ: ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ. ലെജിസ്ലേഷൻ എന്ന് വെച്ചാൽ എന്താ? നിയമ നിർമ്മാണം അല്ലെ. ഒരു നിയമം നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ ഇന്ത്യ മഹാരാജ്യമാണ്, കേന്ദ്ര സർക്കാർ നിയമം ഉണ്ടാക്കുന്നുണ്ട്, സംസ്ഥാന നിയമസഭകൾ നിയമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്? ഒരു എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ അത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്? അതൊരു ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മറ്റേ ദുരന്തത്തിന്റെ സമയത്ത് കേന്ദ്ര സർക്കാർ നമുക്ക് പണം തരുന്നതിന് നമ്മൾ പറയുന്നത് ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നു. മൊത്തത്തിൽ കോംപ്ലിക്കേഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ചെയ്യാം? നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ. പൊതുവെ നമ്മൾ ഒരു രാഷ്ട്രം, സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ SCERT എടുത്താലും NCERT എടുത്താലും ഏത് ബേസിക് ടെക്സ്റ്റ് എടുത്താലും 3 ഡയമെൻഷനിലാണ് പറയാം: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. പക്ഷെ ഇവിടെ നമ്മൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ എന്ന് പറയുന്നു. ഈ ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ എന്താ? നിയമം ഉണ്ടാക്കുന്ന ആൾക്കാർ. എക്സിക്യൂട്ടീവ്സോ ഈ നിയമം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാർ. ഉദാഹരണത്തിന് നമ്മുടെ ബ്യൂറോക്രാറ്റ്സ്. നിങ്ങൾ ഇപ്പൊ എക്സിക്യൂട്ടീവ്സ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. ബ്യൂറോക്രാറ്റിക് എക്സിക്യൂട്ടീവ്സ് ആണ് നിങ്ങൾ അല്ലെ. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, മന്ത്രിമാരും എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. അവർ നിയമം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ ടെമ്പററി എക്സിക്യൂട്ടീവ്സ് എന്ന് പറയും. മന്ത്രിമാര് വരും പോവും, പക്ഷെ നിങ്ങൾ ഇവിടെ തന്നെ കാണും. അതുകൊണ്ടാണ് നിങ്ങൾ പെർമനന്റ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയാം. സോ ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഈ ഇംപ്ലിമെന്റ് ചെയ്യുന്ന നിയമങ്ങളൊക്കെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് കോടതികൾ. പക്ഷെ ഇവിടെ നമ്മൾ ജുഡീഷ്യറിയെ പറ്റി പറയുന്നില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും? എക്സാക്ട്ലി, വെരി ഗുഡ് റീമ. എന്തുകൊണ്ടായിരിക്കും? കാര്യം ഇന്ത്യയിൽ നമ്മൾ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്നൊരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ അണ്ടറിലാണ് എല്ലാ കോടതികളും വരിക. മനസ്സിലായല്ലോ. സുപ്രീം കോടതിയുടെ അണ്ടറിൽ ഹൈക്കോർട്സ് ഉണ്ട്, ഹൈക്കോർട്സിന്റെ അണ്ടറിൽ ഡിസ്ട്രിക്ട് കോർട്സ് ഉണ്ട്, പിന്നെ സബ് ഡിസ്ട്രിക്ട് കോർട്സ്, അങ്ങനെ പോകും. ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി ആണ്. ഇൻഡിപെൻഡന്റ് ആണ് സമ്മതിക്കുന്നു, പക്ഷെ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്നുള്ളതാണ് അതിന്റെ ഹൈലൈറ്റ്. അമേരിക്കയിലെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിയോ? അമേരിക്കയിൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫെഡറൽ കോർട്ട് ഉണ്ട്. അത് കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെന്റും സ്റ്റേറ്റ്സും തമ്മിലുള്ള ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടി മാത്രം അവിടെ ഒരു കോടതിയുണ്ട്. പിന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മറ്റൊരു കോടതിയുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇതിൽ ഒരൊറ്റ ഇന്ത്യ സുപ്രീം കോടതി ഇതെല്ലാം കേൾക്കുന്നത്. ഇന്ത്യയിൽ ഫെഡറൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, നമ്മുടെ പ്രശ്നങ്ങൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അതായത് എല്ലാം കേൾക്കുന്ന നമ്മുടെ പാവ സുപ്രീം കോടതി അല്ലേ. വിച്ച് മീൻസ് വി ഫോളോ ദ സിസ്റ്റം ഓഫ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി. അതുകൊണ്ട് തന്നെ ജുഡീഷ്യറിയുടെ കാര്യത്തിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷന് സ്കോപ്പ് ഇല്ല. അവിടെ സ്കോപ്പ് ഇല്ല. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? ജുഡീഷ്യറി അല്ല ഇന്റഗ്രേറ്റഡ്, ഒറ്റ ജുഡീഷ്യറിയാണ്. എക്സാക്ട്ലി. ഇന്ത്യയില് സെൻട്രൽ പവർ കറക്റ്റ് പോയിന്റ് പറയുന്നത്. അതായത് ഇന്ത്യയില് സെൻട്രൽ ലോസ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ലോസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒറ്റ കോടതിയല്ലേ. ഇപ്പൊ കേരള ഹൈക്കോടതി തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന നിയമങ്ങളും കേരളത്തിലെ നിയമങ്ങളൊക്കെ കേരളത്തിൽ ഇമ്പോസ് ചെയ്യാം. സുപ്രീം കോടതി തന്നെയാണ് അങ്ങനെ ചെയ്യാം. സോ അതാണ് അതിന്റെ ഹൈലൈറ്റ്. ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. റൈറ്റ്. അപ്പൊ ഇത് ഇവിടെ എല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതി കഷ്ടപ്പെടണമെന്നില്ല. നോട്ട്സ് എല്ലാം മാക്സിമം സ്ലൈഡ്സിന് തന്നെ തരും.
നിങ്ങളുടെ പണി കുറയ്ക്കാനാണ് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോ ഇത് കണ്ട് നിങ്ങൾ പണി കൂട്ടണ്ട. ലെക്ചർ നോട്ട് ചില ആൾക്കാർക്ക് എഴുതുമ്പോൾ അവർക്ക് റിവിഷൻ ഈസി ആയിരിക്കും, അങ്ങനെ എഴുതിക്കുള്ളൂ. അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ലെക്ചർ നോട്ട് എഴുതണ്ട, ജസ്റ്റ് ലിസൺ ചെയ്യുക, റിലാക്സ് ചെയ്ത് ക്ലാസ് ലിസൺ ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കാം. ഓക്കെ, പക്ഷെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമന്റ്സ് പറയാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ആയിരിക്കും. അഗെയിൻ എക്സിക്യൂട്ടീവ് റിലേഷൻ, നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ എന്നും പറയും. ക്ലിയർ ആണല്ലോ? നമുക്ക് ഇന്ന് ലെജിസ്ലേറ്റീവ് റിലേഷൻഷിപ്പ്, ഇത് കുറച്ചും കൂടി ഈസിയാണ്. അതുകൊണ്ട് നമുക്ക് തുടക്കത്തിൽ ഇത് വെച്ച് തന്നെ തുടങ്ങാം. അപ്പൊ ഗ്രാൻവിലെ ഓസ്റ്റിൻകാരുടെ പറഞ്ഞിട്ടുണ്ട്, കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നൊരു വാക്ക് ആദ്യമായി കോട്ട് ചെയ്തത് ആരാണ്? ഗ്രാൻവിലെ ഓസ്റ്റിൻ. റൈറ്റ്. അപ്പൊ കേസിന് ശ്രദ്ധിച്ചോണം, കോപ്പറേറ്റീവ് ഫെഡറലിസം അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് ഫെഡറലിസത്തെ പറ്റി ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ഗ്രാൻവിലെ ഓസ്റ്റിനെ കോട്ട് ചെയ്ത് ആൻസർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നല്ലൊരു ഇംപ്രഷൻ ആയിരിക്കും. ലോങ് ആൻസർ ആണെങ്കിൽ ഓക്കെ, ഷോർട്ട് ആൻസർ ആണെങ്കിൽ ഉള്ള സ്കോപ്പ് ഇല്ല, കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ലെജിസ്ലേറ്റീവ് റിലേഷൻസിലേക്ക് കടക്കാം. നിയമനിർമ്മാണ പ്രക്രിയ, അതായത് ഒരു നിയമം എങ്ങനെ ഉണ്ടാവുന്നത്? ഒരു ബില്ല് ഹൗസിൽ അവതരിപ്പിക്കപ്പെടും അല്ലെ? അത് ഇന്റഗ്രേറ്റഡ് ചൂസ് ചെയ്തത്. ഓക്കെ, യെസ്, ഒരു കമന്റ് ആൻസർ വന്നതാണ്. അതായത് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആയതുകൊണ്ടാണോ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി ആയതുകൊണ്ടാണോ ഇന്ത്യയിൽ ഈ സെൻട്രൽ റിലേഷൻസിനകത്ത് നമ്മൾ സുപ്രീം അല്ലെ ജുഡീഷ്യറിയെ പറ്റി ഡിസ്കസ് ചെയ്ത് പ്രധാനമായിട്ട് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്നുള്ള പോയിന്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്നുള്ള പോയിന്റ്. ഓക്കെ, യെസ്. സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, ലെജിസ്ലേറ്റീവ് റിലേഷൻസ്. ഒരു നിയമം എങ്ങനെ വരുന്നത്? നമ്മൾ ആദ്യമേ നിയമനിർമ്മാണ സഭയിലേക്ക്, സംസ്ഥാനങ്ങളുടെ കേസിൽ വെൻ ഇറ്റ് കംസ് ടു സ്റ്റേറ്റ്, നമ്മൾ നിയമം നിർമ്മിക്കുന്ന നിയമസഭകളാണ്. തിരുവനന്തപുരത്ത് നിയമസഭാ ബിൽഡിംഗ് കാണാത്തവർ ആരും കാണത്തില്ലല്ലോ. കേന്ദ്രത്തിൽ നിയമം നിർമ്മിക്കുന്ന ആരാ? പാർലമെന്റാ. പാർലമെന്റിന്റെ പടം എല്ലാവരും കണ്ടിട്ടുണ്ട്. സോ അവിടെ ഫസ്റ്റ് ഒരു ബില്ല് അവതരിപ്പിക്കപ്പെടും. ഈ ബില്ല് വോട്ട് ചെയ്ത് പാസ്സാക്കി കഴിയുമ്പോഴാണ്, ഇറ്റ്സ് എ ലോങ് പ്രോസസ്. അപ്പർ ഹൗസ്, ലോവർ ഹൗസ്, ലോങ് പ്രോസസ് ഉണ്ട്. യെസ്, ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ് കുറെ ഉണ്ട്. എക്സാക്ട് ലോഹിത്. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ ബില്ല് വോട്ട് ചെയ്ത് പാസ്സാക്കി സംസ്ഥാനങ്ങളാണെങ്കിൽ ഗവർണർ ഒപ്പിടണം, കേന്ദ്രത്തിലാണെങ്കിൽ പ്രസിഡന്റ് ഒപ്പിടണം. അപ്പോഴാണ് ആ ബില്ല് ലോ, സ്റ്റാറ്റ്യൂട്ട്, നിയമമായിട്ട് മാറുന്നത്. ഓക്കെ, ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ ബേസിക് ഫാക്ടറുകൾ, ഇപ്പൊ MCQs വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യണം നമുക്ക് നോക്കാം. ലെജിസ്ലേറ്റീവ് റിലേഷൻസിനെ പറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് പ്രധാനമായിട്ടും ആർട്ടിക്കിൾ 245 മുതൽ 255 വരെയാണ്. പാർട്ട് 9 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പാർലമെന്റിന് ഇന്ത്യക്കകത്ത് എങ്ങനെയുള്ള നിയമം ഉണ്ടാക്കുക, അതായത് പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ് ഫോർ ഹോൾ ഓർ പാർട്ട് ഓഫ് ദ കൺട്രി ഓഫ് ഇന്ത്യ. ഇപ്പം ഒരു സംസ്ഥാനത്തിന്, പാർട്ട് 11 എക്സാക്ട്ലി, ഒരു സംസ്ഥാനത്തിന് ആ സംസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നിയമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കേരളത്തിന് ഒരിക്കലും ജമ്മു ആൻഡ് കാശ്മീർ അല്ലെങ്കിൽ ബീഹാറിന് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കാൻ കേരളത്തിന് ഒക്കത്തില്ല. പക്ഷെ കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പാർലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ ഒരു സംസ്ഥാനത്തിന് വേണ്ടി നിയമം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ്, ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ഇന്ത്യക്ക് മൊത്തത്തിൽ ഒട്ടാകെയുള്ള നിയമം നിർമ്മിക്കാനുള്ള പവർ പാർലമെന്റ് ഉണ്ട്. കോമൺ സെൻസ് ആണ്. ഞാനിനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കാണാതെ പഠിക്കണ്ട, കോമൺ സെൻസ് മാത്രം ഉപയോഗിക്കാം. ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ച് എന്താ, ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് എന്താ ചെയ്യാൻ പറ്റുക? സ്റ്റേറ്റിന് ഒബ്വിയസ്ലി സ്റ്റേറ്റിനകത്ത് നിന്നുള്ള നിയമങ്ങളെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവരുടെ എക്സെപ്ഷൻ ഉണ്ട്, നമ്മൾ പിന്നെ പഠിക്കും. കോൺസ്റ്റിറ്റ്യൂഷന് പ്രധാനമായിട്ടും 3 തരത്തിലാണ് ഈ ലെജിസ്ലേറ്റീവ് പവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ പഠിക്കുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അത് എന്തുണ്ട്? 3 ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിനെ പറ്റി സെൻട്രൽ ഗവൺമെന്റ് ആണ് യൂണിയൻ ലിസ്റ്റിന്റെ ആൾക്കാർ. അതായത് യൂണിയൻ ലിസ്റ്റിനകത്തുള്ള ഐറ്റംസ്, ഫോർ എക്സാമ്പിൾ ഡിഫൻസ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫോറിൻ അഫയേഴ്സ് അല്ലെ, ഇന്റർനാഷണൽ റിലേഷൻസ്, ബാങ്കിങ്, കറൻസി, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ യൂണിയൻ ലിസ്റ്റിനകത്തെ കാര്യങ്ങളാണ്. ഇതിൽ നിയമം നിർമ്മിക്കാനും ആ നിയമം അമെൻഡ് ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അവകാശം ഒക്കെ ആർക്കാ? സെൻട്രൽ ഗവൺമെന്റിനാണ്. എക്സിക്യൂഷനകത്ത് ഡിഫറൻസ് വരുന്നുണ്ട്, അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങൾ കോംപ്ലിക്കേറ്റ് ആക്കണം. തൽക്കാലം ഏറ്റവും പ്ലെയിൻ ആൻഡ് സിമ്പിൾ ആയിട്ട് മാത്രം ആലോചിച്ചാൽ മതി. ചിലപ്പോൾ ഇതിന്റെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് വെച്ചു കൊടുക്കും, അത് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ കംപ്ലീറ്റ് അതോറിറ്റി സെൻട്രൽ ഗവൺമെന്റ് ആണെന്ന് ആലോചിച്ചാൽ മതി. സ്റ്റേറ്റ് ലിസ്റ്റിനെ സംബന്ധിച്ച് അതിന്റെ കംപ്ലീറ്റ് അതോറിറ്റി ആർക്കാ? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. ഫോർ എക്സാമ്പിൾ പോലീസ്, ട്രേഡ്, അഗ്രികൾച്ചർ, ഇറിഗേഷൻ എല്ലാം. അതുപോലെ കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ കേന്ദ്ര സർക്കാരിന് നിയമം ഉണ്ടാക്കാം, സംസ്ഥാന സർക്കാരിന് നിയമം ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്,
ട്രേഡ്, മാരേജ്, അഡോപ്ഷൻ, സക്സഷൻ, ഇതിനകത്തൊക്കെ എന്ത് ചെയ്യാം, കൺകറന്റ് ലിസ്റ്റിനകത്ത് കാര്യം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഈഗോ വരാൻ സാധ്യതയുള്ള സ്ഥലം. അപ്പൊ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ കേന്ദ്ര സർക്കാർ നിയമം ഉണ്ടാക്കുന്നു, സംസ്ഥാന സർക്കാർ നിയമം ഉണ്ടാക്കുന്നു, അപ്പൊ അത് ക്ലാഷ് ആവില്ലേ? ഏത് നിയമം നിലനിൽക്കും? അങ്ങനെ ഒരു ക്ലാഷ് വന്നു കഴിഞ്ഞാൽ ഏത് നിയമം നിലനിൽക്കും? യെസ്, എക്സാക്ട്ലി, യൂണിയൻ ഗവൺമെന്റിന്റെ ആണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ നമ്മൾ താഴെ പറയുന്നുണ്ട്. എക്സാക്ട്ലി, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ 3 ലിസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വെക്കാം. ഈ 3 ലിസ്റ്റ് കുറെ കൂടെ ഡീറ്റെയിൽ ചെയ്ത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറെ കൂടെ ഡീറ്റെയിൽ ചെയ്ത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാൻഡ്, ഭൂമി എന്ന് പറയുന്ന ഏത് ലിസ്റ്റാ? സ്റ്റേറ്റ് ലിസ്റ്റ് ആണെന്ന് നമ്മൾ കണ്ടു. സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് ഭൂമി. പക്ഷെ അർബൻ ലാൻഡ് സീലിംഗ് ആക്ട് ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ പാസ്സാക്കിയത്. അർബൻ ലാൻഡ് സീലിംഗ് ആക്ട് അത് പാസ്സാക്കിയത് കേന്ദ്ര ഗവൺമെന്റാ. അതെങ്ങനെ ശരിയായി? ഇറ്റ്സ് എ സ്റ്റേറ്റ് ലിസ്റ്റ്, സോ ഇറ്റ് ഷുഡ് ദാറ്റ് ലെജിസ്ലേഷൻ ഷുഡ് കം ഫ്രം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ബട്ട് ഇറ്റ് വാസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ. നമുക്ക് അതിലേക്ക് വരാം, താഴേക്ക് വരാം. ഇതിനകത്ത് നമുക്ക് ഇനി വരാൻ പോകുന്ന ഇത്തരം കൊനസ്റ്റ് ഏരിയാസ് ആണ്. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിനും നിയമം നിർമ്മിക്കാൻ സാധിക്കും. അതാണ് ഞാൻ നേരത്തെ വന്നത്. ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരാണ് പവർഫുൾ. സ്റ്റേറ്റിന് അധികാരങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും നാളെ വേണമെങ്കിൽ അധികാരങ്ങളൊക്കെ എടുത്ത് കേന്ദ്രത്തിന് കൊടുക്കാൻ പറ്റും. അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു ലിസ്റ്റുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് തന്നെ പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡിഫൻസ് അല്ലെ? എക്സാക്ട്ലി, ഫോർ എക്സാമ്പിൾ ഡിഫൻസ്, ആറ്റം ബോംബുകളുടെ നിർമ്മാണം, അറ്റോമിക് എനർജി അല്ലെങ്കിൽ പവർ പ്ലാന്റുകളുടെ നിർമ്മാണം, നമ്മുടെ വിദേശകാര്യം, വാർ ആൻഡ് പീസ്. നാളെ ഒരിക്കലും തമിഴ്നാട് നേരെ യുദ്ധം പ്രഖ്യാപിക്കാൻ ഒക്കത്തില്ല. ഇറ്റ് ഷുഡ് കം ഫ്രം ദ പാർലമെന്റ് അല്ലെ? പാർലമെന്റ്. സോ വാർ ആൻഡ് പീസ്, ബാങ്കിങ്, റെയിൽവേ. കേരളത്തിന് റെയിൽവേ മന്ത്രി ഉണ്ടോ? അല്ലെങ്കിൽ കർണാടകയ്ക്ക് റെയിൽവേ മന്ത്രി ഉണ്ടോ? കേന്ദ്രത്തിന് മാത്രമല്ലേ ഉള്ളൂ. സോ അതൊക്കെ യൂണിയൻ ലിസ്റ്റിനകത്തെ കാര്യങ്ങളാണ്. പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, പോർട്ട്, ഫോറിൻ ട്രേഡ്, കറൻസി എല്ലാം. അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ് ലാൻഡ്, ഈ പറഞ്ഞ പോലീസ്, പ്രിസൺ, അഗ്രികൾച്ചർ, ഏറ്റവും ഗ്രാസ് റൂട്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സംസ്ഥാന ലിസ്റ്റിനകത്താണ് വരിക. ഓക്കെ, നമുക്കിനി ചോദ്യങ്ങൾ വരുന്ന ഒരു വഴിയിലേക്ക് പോവാം. ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും വരിക? 42nd അമെന്റ്മെന്റ് ആക്ട്, 42nd അമെന്റ്മെന്റ് ആക്ട്, ഇതും നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുന്നു. ഈ അമെന്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് മീൻ ബൈ അമെന്റ്മെന്റ്? നമ്മൾ ഭരണഘടനയിൽ ചില മാറ്റങ്ങൾ, മോഡിഫിക്കേഷൻസ് കാലാകാലങ്ങളിൽ എത്തും. അതിനെയാണ് നമ്മൾ ഭേദഗതി അല്ലെങ്കിൽ അമെന്റ്മെന്റ്സ് എന്ന് പറയാം. നമ്മളിപ്പോ 106ഓളം അമെന്റ്മെന്റ്സ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. 42ാമത്തെ അമെന്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് വന്നൊരു കാര്യമാണ്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനണ്ടറിൽ കുറെ കാര്യങ്ങൾ ചവറുപോലെ മാറ്റിയിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത്. ഇഷ്ടം പോലെ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്. നമുക്ക് PSC ക്ക് വരും, ഇന്നലെ നാളെ എന്തായാലും വരും. അപ്പൊ പഠിച്ചോണം. ഈ 42nd അമെന്റ്മെന്റിന്റെ അണ്ടറിലാണ് 5 സബ്ജക്റ്റുകൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താ? സംസ്ഥാന സർക്കാർ, സംസ്ഥാനങ്ങൾക്കാണ് അതിനകത്ത് അൾട്ടിമേറ്റ് അതോറിറ്റി. പക്ഷെ ഇവിടെ കാണിച്ച പരിപാടി ഉണ്ടോ? അതിനെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് എടുത്ത് കൺകറന്റ് ലിസ്റ്റിലേക്ക് ഇട്ടു. അപ്പൊ എന്തൊരു? സംസ്ഥാനങ്ങളുടെ അധികാരം ഡൈല്യൂട്ടഡ് ആയി. നൗ ദ പാർലമെന്റ് ക്യാൻ ഓൾസോ ലെജിസ്ലേറ്റ് ഓൺ ദോസ് ടോപ്പിക്സ്, റൈറ്റ്? അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സംസ്ഥാനങ്ങളുടെ അധികാരം വർഷങ്ങൾ കഴിയുന്നതിന് കുറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഇന്ത്യൻ ഫെഡറേഷന്റെ പ്രത്യേകത. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ടിൽറ്റഡ് ടുവർഡ്സ് സെന്റർ. ഇവിടെ 5 സബ്ജക്ട് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ഇത് ഇങ്ങനെ പഠിക്കാൻ നിന്ന് ഞാൻ മറന്നു. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു കോഡ് ഉപയോഗിച്ച് പഠിച്ചാലോ? നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഡ് കിട്ടുന്നുണ്ടോ? ഞാൻ എന്റെ കോഡ് പറയുന്നതിന് മുമ്പ് വേറെ നല്ല കോഡ് നിങ്ങളുടെ ഉണ്ടോ നോക്കട്ടെ. എനി കോഡ്സ്? 42nd അമെന്റ്മെന്റിലാണ് ഇത്രയും കാര്യങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് എന്ന് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് കോഡ് ഉണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഒരു സില്ലി കോഡ് യൂസ് ചെയ്യാം, ഒരു വെറും സില്ലി ആയിട്ടുള്ള കോഡ് യൂസ് ചെയ്യാം. ഫസ്റ്റ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ നമുക്ക് വിദ്യാഭ്യാസം കിട്ടിക്കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് എന്ത് വരും? കുറച്ച് വെയിറ്റ് കൂടും. തലക്കനം എന്ന് പറയുമല്ലേ, ഹെഡ് വെയിറ്റ്, ഹെഡ് സ്ട്രോങ് എന്നൊക്കെ പറയും. വെയിറ്റ് ആൻഡ് മെഷേഴ്സ് അങ്ങനെ ഓർത്തിരിക്കാം.
അല്ലെ? ഓക്കെ, വെയിറ്റ് ആൻഡ് മെഷേഴ്സ് നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ചില ആൾക്കാർക്ക് വിദ്യാഭ്യാസം കിട്ടിക്കഴിയുമ്പോൾ എന്താ വരിക, അയാളുടെ നീതി അല്ലെങ്കിൽ എന്താ പറയാ വിസ്ഡം കൂടും അല്ലെ, നീതി ചിന്ത കൂടും. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, ജസ്റ്റിസ് നീതി, നീതി ന്യായം, അതിനെ പറ്റിയൊക്കെയുള്ള ബോധ്യം നമുക്ക് വരും. അപ്പൊ അതിനെപ്പറ്റി ബോധ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പ്രകൃതിയെ സംരക്ഷിക്കാൻ നോക്കും. പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. ഇപ്പൊ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു നീതിബോധം വരും. നീതിബോധം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ നോക്കുമല്ലോ. അതോ നിങ്ങൾ പ്ലാസ്റ്റിക് വലിച്ചെറിയോ, അല്ലെങ്കിൽ നിങ്ങൾ കാട്ടമൃഗങ്ങളെ വേട്ടയാടൂ? ഇല്ല. നമുക്ക് വിദ്യാഭ്യാസം വിവരം വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യത്തില്ല, നമ്മൾ കൂടുതൽ നല്ല മനുഷ്യന്മാരാവും. ദി പർപ്പസ് ഓഫ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഈസ് ടു മേക്ക് എ മാൻ ബെറ്റർ. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. വി വിൽ പ്രൊട്ടക്ട് വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. അതുപോലെ തന്നെ വൈൽഡ് ആനിമൽസും ബേർഡ്സും ഉള്ളത് എവിടാ? ഫോറസ്റ്റിലല്ലേ. ഇപ്പൊ പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ് അങ്ങനെ ആലോചിച്ചാലും മതി. ഇപ്പൊ എല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടല്ലേ? സോ എഡ്യൂക്കേഷൻ, വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്, ദെൻ ഫോറസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ അതിലേക്ക് വരും. ഇതിന് മറക്കുമോ പിള്ളേരെ? എനിക്ക് പണ്ടൊരു സുഹൃത്ത് പറഞ്ഞതാണ്, ഞാൻ ക്രിയേറ്റ് ചെയ്തൊന്നും അല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. ഓക്കെ, യെസ്, സെറ്റ്, ഓൾ സെറ്റ്, ഫൈൻ. ഇത് മറക്കണ്ട. ഇപ്പൊ ഒരു ഫാക്ച്വൽ ഡേറ്റ നമ്മൾ പഠിച്ചു. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഒരുപക്ഷെ ഇനി PSC എക്സാംസ് ഒക്കെ ഡിസ്ക്രിപ്റ്റീവ് ആക്കുകയാണെങ്കിൽ പോലും, ഇപ്പൊ കേസ് ഓൾറെഡി ഡിസ്ക്രിപ്റ്റീവ്, അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. Which among the what was the relationship between 42nd Amendment Act and legislative relation between central and state എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ 5 പോയിന്റുകൾ ആണ്. 5 പോയിന്റുകൾ, റൈറ്റ്. നമുക്കിനി PSC മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് പോവാം. ആ ടോപ്പിക് നമുക്ക് ഇപ്പോൾ കുറെ കൂടെ റിലവന്റ് ആണ്. അതായത് അതിലേക്ക് പോകുന്ന ജസ്റ്റ് 2 പോയിന്റ് എന്ന് പറഞ്ഞോട്ടെ. റെസിഡ്യൂറി സബ്ജക്ട്. റെസിഡ്യൂറി സബ്ജക്ട് നമ്മൾ നേരത്തെ ഉണ്ട്. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഇതിന് മൂന്നിനും പെടാത്ത കാര്യങ്ങൾ, അതാണ് റെസിഡ്യുവൽ എന്ന് ചെയ്യുന്നത്. റെസിഡ്യുവൽ, അവശിഷ്ടമായത്, അവശിഷ്ടം, അതാണ് റെസിഡ്യൂ എന്നുള്ള വാക്ക്. റെസിഡ്യൂ. ഈ മൂന്നിനും പെടാത്ത അവശിഷ്ടാധികാരങ്ങൾ, അതാണ് റെസിഡ്യൂറി സബ്ജക്ട്സ്. ആർട്ടിക്കിൾ 248 കൃത്യമായി പറയുന്നുണ്ട് റെസിഡ്യൂറി സബ്ജക്ട് എന്ത് വരും, അത് പാർലമെന്റിനായിരിക്കും അതിനകത്തുള്ള അവകാശം. അതാണ് സൈബർ ലോ. എക്സാക്ട്ലി, പല ആൾക്കാരും കമന്റ്, സൈബർ ലോ ഒരു റെസിഡ്യൂറി സബ്ജക്ട് ആയിരുന്നു. അതുകൊണ്ടാണ് IT ആക്ട് 2000 പാസ്സാക്കിയത് പാർലമെന്റ് ആണ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് അല്ല. സൈബർ ലോ ഇതിനകത്താണ് വരുന്നത്, ആലോചിക്കാം. ഓക്കെ, ആർട്ടിക്കിൾ 248 ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. ഇവിടെ റീമ ചോദിക്കുന്നത് എന്നാ പിന്നെ ഇതും കൂടെ എടുത്ത് യൂണിയൻ ലിസ്റ്റിനകത്ത് ഇട്ടാ പോരായിരുന്നോ? ലോജിക്കൽ ഡൗട്ട് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായ സമയത്തെ സൈബർ ലോ എന്നൊരു കോൺസെപ്റ്റ് പോലും ഒന്നും അങ്ങനെ ഇല്ല. അപ്പം ഇത്തരത്തില് നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഫോർകാസ്റ്റ് ചെയ്യാതെ, പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ ഭാവിയിലും വന്നെന്നിരിക്കാം. അപ്പൊ അത് ഒരുപക്ഷെ നമുക്ക് ലിസ്റ്റുകൾ നോക്കുമ്പോൾ അവിടെ ഇത് എഴുതപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് നേരത്തെ ഒരു ജാമ്യം കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടുള്ളത്. ഈ 3 ലിസ്റ്റിലും ഇടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ കംസ് അണ്ടർ റെസിഡ്യൂറി സബ്ജക്ട്. ഇനി ഭാവിയിൽ നമ്മൾ പുരോഗമിക്കുന്ന അനുസരിച്ച് ഇതുപോലെ എന്തെല്ലാം വരായിരിക്കുന്നു. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗം അല്ലേ, ഇതുപോലെ പുതിയ എന്തെങ്കിലും ടോപ്പിക് വരുവാണെങ്കിൽ അതൊക്കെ റെസിഡ്യൂറി സബ്ജക്റ്റിലേക്ക് വരും. അതുകൊണ്ടാണ് ഇട്ടത്. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന് സൈബർ ലോയിൽ ഒരുപക്ഷെ അത്രയും ഇങ്ങനെയൊക്കെ സംഭവം വരുമെന്ന് പോലും അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു, എന്റെ ഒരു ലോജിക്ക് പറഞ്ഞുണ്ടേ. യെസ്. അപ്പോ ശങ്കരൻ പിന്നെ തെങ്ങെ തന്നെ. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വാസി ഫെഡറൽ ആണ്, സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്, കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാം വെറുതെ, എല്ലാം തള്ളാണ്. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ ദ പവർ ഡൈല്യൂട്ട്സ്, അല്ലെങ്കിൽ ദ പവർ കോൺസെൻട്രേറ്റ്സ് ടു ദ സെൻട്രൽ ഗവൺമെന്റ്. നമ്മൾ എന്തൊക്കെ എങ്ങനെയൊക്കെ ഷുഗർ കോട്ട് ചെയ്ത് പറഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ അൾട്ടിമേറ്റ് പവർ എങ്ങനെയെങ്കിലും ഒക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ വരും. സ്റ്റേറ്റ്സ് അവിടെ പലപ്പോഴും പപ്പറ്റ്സ് ആണ്. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പം പറയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു 3 ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് അൾട്ടിമേറ്റ് അതോറിറ്റി, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എന്ന് പറയണ്ട, ഭയങ്കര അതോറിറ്റി സംസ്ഥാനങ്ങൾക്കാന്ന് പറയുന്നു. പക്ഷെ അതിനും എക്സെപ്ഷൻസ് ഉണ്ട്. ഒരു 5 സ്പെഷ്യൽ കേസസിൽ ശ്രദ്ധിക്കുക, 5 സ്പെഷ്യൽ കേസസിൽ പാർലമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് കയറി കൈയിടാം. ഇത് എന്തല്ലേ ഇത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പാർലമെന്റ് ഇഷ്ടംപോലെ കാര്യങ്ങൾ യൂണിയൻ ലിസ്റ്റിനകത്ത് കിടപ്പുണ്ട്. അതിനകത്ത് മര്യാദയ്ക്ക് നിയമം നിർമ്മിച്ചങ്ങ് പോയാൽ പോരെ. എന്തിനാ നമ്മുടെ പാവപ്പെട്ടവരുടെ കഞ്ഞിന് പാലിടുന്നത്? പക്ഷെ ഇവിടെ ഈ 5 എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യാൻ പറ്റും? കേന്ദ്ര സർക്കാരിന് സംസ്ഥാന ലിസ്റ്റിൽ ലെജിസ്ലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ലോജിക്കലാണ്.
ഇത് ഇങ്ങനെ ആയേ പറ്റത്തുള്ളൂ, വേറെ മാർഗമില്ല. ഫസ്റ്റ് സിനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രാജ്യസഭ, നമുക്കറിയാം നമ്മുടെ പാർലമെന്റ്, കേന്ദ്രത്തിലെ പാർലമെന്റ് എന്ന് പറയുമ്പോൾ അത് രണ്ട് ഹൗസ് ഉണ്ട് അല്ലെ, രാജ്യസഭയുണ്ട് ലോക്സഭയുണ്ട്. ലോക്സഭയാണ് എന്താ പറയാ കൗൺസിൽ ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ പ്രതിനിധികളാണ് ലോക്സഭയിലുള്ളത്. രാജ്യസഭയിൽ ആരുടെ പ്രതിനിധികളുള്ളത്? രാജ്യസഭ റെപ്രസെന്റ്സ് വിച്ച് എൻറ്റിറ്റി, എന്തിനെയാണ് രാജ്യസഭ പ്രതിനിധാനം ചെയ്യുന്നത്? എക്സാക്ട്ലി സംസ്ഥാനങ്ങളെ, സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യമാണ് രാജ്യസഭയിലുള്ളത് അല്ലെ. അതുകൊണ്ട് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുക. രാജ്യസഭ ഈസ് എ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അല്ലെ, രാജ്യസഭ. അപ്പൊ സംസ്ഥാനങ്ങളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനാണ് പ്രധാനമായിട്ടും രാജ്യസഭ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യസഭ തീരുമാനിക്കുകയാണ് 2/3 മെമ്പേഴ്സ് പ്രസന്റ്, അത് രാജ്യസഭയിലെ ടോട്ടൽ മെമ്പേഴ്സിന്റെ 2/3. അന്നത്തെ ദിവസം ഇപ്പൊ രാജ്യസഭയിൽ 250 പേരുണ്ടെന്നാണല്ലോ പറയുന്നത്, അന്നത്തെ ദിവസം 100 പേരെ വന്നുള്ളൂ എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 90 പേരെ വന്നുള്ളൂ. അന്ന് 2/3 എന്ന് പറയുമ്പോൾ 60 പേരുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് വഴി എന്ത് ചെയ്യാന്നറിയോ, സ്റ്റേറ്റ് ലിസ്റ്റ് ലെജിസ്ലേഷൻസ് നടത്താം. ഫോർ എക്സാമ്പിൾ ആലോചിക്കേ, നാളെ സൗത്ത് ഇന്ത്യയിലെ ഒരു 4-5 സംസ്ഥാനങ്ങളിൽ ഭയങ്കര അതിശക്തമായ എന്താ പറയാ വരൾച്ച നേരിടുന്നു. അപ്പൊ ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ പ്ലാൻസ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? എല്ലാവർക്കും ഒരു കോമൺ പ്ലാൻ. കാര്യം ഡ്രോട്ട്, വരൾച്ച എന്ന് പറയുമ്പോൾ വലിയ ഏരിയ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതൊരു ഇന്റഗ്രേറ്റഡ് പ്ലാൻ ആണ് വേണ്ടത്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് പാർലമെന്റ് അത്ര ഏരിയാസിനെ, ഇപ്പൊ വാട്ടർ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള സംഭവമാണ് വാട്ടർ, വെള്ളം ഇറ്റ്സ് എ സ്റ്റേറ്റ് സബ്ജക്ട്. അപ്പം പാർലമെന്റ് ഈ ഒരു സ്പെഷ്യൽ അധികാരം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്ന അറിയോ, ആ ഏരിയയിൽ സ്പെഷ്യൽ ഡ്രൗട്ട് ഡെവലപ്മെന്റ് പ്ലാൻസ് കൊണ്ടുവരും. ബെസ്റ്റ് എക്സാമ്പിൾ GST. ടെക്നിക്കലി സ്പീക്കിംഗ് ഈ ടാക്സസ്, ഗുഡ്സിലും സർവീസിലുള്ള ടാക്സസ് എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ് ലിസ്റ്റിലെ സാധനമാണ്. പക്ഷെ ആർട്ടിക്കിൾ 249 ഉപയോഗിച്ച് സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴിയാണ് പാർലമെന്റ് നിയമം പാസ്സാക്കിയത്. മനസ്സിലായോ? അപ്പൊ ഇത് ഒരു നെസസറി റിക്വയർമെന്റ് ആണ്, പലപ്പോഴും പറയേണ്ടി വരും. ക്ലിയർ ആണല്ലോ? അപ്പൊ ആർട്ടിക്കിൾ 249 എന്താണെന്ന് മനസ്സിലായല്ലോ? സ്റ്റേറ്റ് ലിസ്റ്റിലെ സബ്ജക്റ്റുകളിൽ രാജ്യസഭയുടെ 2/3 മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പാർലമെന്റ് നിയമം നിർമ്മിക്കാം. അതാണ് ആർട്ടിക്കിൾ 249 പറയുന്നത്. ക്ലിയർ ആണോ? ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഊഹിക്കാം, ദേശീയ അടിയന്തരാവസ്ഥ, നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? പാർലമെന്റിന് സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ട് നിയമം നിർമ്മിക്കാം. പക്ഷെ അത് എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് അത് അടിച്ചു പൊക്കോളും. എമർജൻസിയുടെ ഒക്കെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടാത്തവർക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് കിട്ടും. എമർജൻസി അമെന്റ്മെന്റ് ബേസിക് സ്ട്രക്ചറിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. എമർജൻസി വെച്ച് കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ എന്ന് പറയും അല്ലെ, അടിയന്തരാവസ്ഥ. അപ്പൊ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത്, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ പാർലമെന്റിന് നിയമം നിർമ്മിക്കാം. ക്ലിയർ ആണല്ലോ? പക്ഷെ അത് ഒരു എന്താ പറയാ 6 മാസം ഈ നിയമനിർമ്മാണം അല്ലെങ്കിൽ എമർജൻസി നിൽക്കുമല്ലോ എപ്പോഴെങ്കിലും ഒക്കെ, മാക്സിമം 6 മാസം മാത്രമേ അത് കണ്ടിന്യൂസ് ആയി പോവുള്ളൂ. അതിന് മുമ്പേ ക്യാൻസൽ ചെയ്യണമെങ്കിലും സംസ്ഥാനങ്ങൾ അത് ക്യാൻസൽ ചെയ്യാം. അതല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇറ്റ് വിൽ ഗെറ്റ് റിപ്പഗ്നന്റ്. ഓക്കെ, ഇത് പറയുന്ന ആർട്ടിക്കിൾ 250 ആണ്. ആർട്ടിക്കിൾ 249 കണ്ടു, ആർട്ടിക്കിൾ 250 കണ്ടു. റൈറ്റ്. ഇനി ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ നിങ്ങളുടെ ചോദിച്ചൊരു ചോദ്യമാണ് ലാൻഡ്, ഭൂമി. ഇത് സ്റ്റേറ്റ് ലിസ്റ്റിലെ സബ്ജക്റ്റ് ആണ്. പക്ഷെ അർബൻ ലാൻഡ് സീലിംഗ് ആക്ട് പാസ്സാക്കിയത് പാർലമെന്റാണ്. അതെങ്ങനെ നടന്നു? അതിന്റെ റീസൺ ഇതാ. ഇപ്പോ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ നമ്മൾ പ്രോ ആക്റ്റീവായിട്ട്, അതായത് നമ്മൾ ആരും നിർബന്ധിക്കുമല്ല, കേരളം തന്നെ കുറെ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ചെന്ന് കേന്ദ്ര സർക്കാരിന് റിക്വസ്റ്റ് കൊടുക്കാന്നിരിക്കട്ടെ, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കോമൺ ആയ ഒരു നിയമം നിർമ്മിച്ചു തരണം. സ്റ്റേറ്റ് ലിസ്റ്റിലെ സബ്ജക്ട് തന്നെയാണ്, ഞങ്ങൾ ഓരോരുത്തരും നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ പണിയാണ്. മാത്രമല്ല കോൺഫ്ലിക്ട് വരും, ഓരോ സംസ്ഥാന നിയമത്തിനും കോൺഫ്ലിക്ട് വരും. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? പാർലമെന്റ് സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ട് നിയമം നിർമ്മിക്കും. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഇത് കൺകറന്റ് ലിസ്റ്റിലെ സബ്ജക്റ്റാണ്. അപ്പൊ സംസ്ഥാനം എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് വേണ്ടി ഇത് വാട്ടർ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്, പക്ഷെ വാട്ടർ പൊല്യൂഷൻ ആക്ട് അല്ലെ, വാട്ടർ പൊല്യൂഷൻ എതിരായിട്ടുള്ള ആക്ട് ഓരോ സംസ്ഥാനങ്ങളും ഓരോ ആക്ട് ലെജിസ്ലേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേഷൻ ആവില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ പാർലമെന്റ് ഇത് എല്ലാവർക്കും വേണ്ടി ഒരു ഒറ്റ ആക്ട് നിർമ്മിച്ചു. അതാണ് അർബൻ ലാൻഡ് സീലിംഗ് ആക്ട്. ഒക്കെ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് വരുന്നത്. അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് അല്ലെ.
അതൊരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയാണ്. ഇപ്പം ഗൗതം ചോദിക്കുന്നുണ്ട് അർബൻ ലാൻഡ് സീലിംഗിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് കോൺഫ്ലിക്ട് ഇടാൻ സാധ്യത നേരിടുന്നത്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ടെക്നിക്കൽ. ഒരു കാര്യം അറിയുന്നാൽ മതി, ഓരോ സംസ്ഥാനങ്ങൾ ഡിഫറെന്റ് ലോസ് വെൻ ഇറ്റ് കംസ് ടു ലാൻഡ് സീലിംഗ്, ഓരോ സംസ്ഥാനങ്ങൾ ഡിഫറെന്റ് ലോസ് ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് അതിന്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും, ആ ഒരു ലോയുടെ ഒരു മെറിറ്റിനെ ബാധിക്കും. പക്ഷെ എല്ലാ സ്ഥലത്തും ഒരേ ലോ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ കോടതികൾക്ക് കേസുകൾ കേൾക്കാനും അല്ലെങ്കിൽ എക്സ്ട്രാ ഈ പറഞ്ഞ ടെറിട്ടറി പുറത്തുള്ള കേസുകളൊക്കെ ചർച്ച ചെയ്യാനും ഒക്കെ അവർക്കൊരു കോമൺ ടെംപ്ലേറ്റ് കിട്ടും. ഓക്കെ, ഇപ്പൊ അർബൻ ലാൻഡ് സീലിംഗ് ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഭൂപരിഷ്കരണ നിയമം ഉണ്ടല്ലോ, അത് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോന്നാണ്. കേരളത്തിൽ ഒന്ന്, വെസ്റ്റ് ബംഗാളിൽ എല്ലാം ഒന്ന്. അതുകൊണ്ടാണ് അത് പൊളിഞ്ഞു പോയത്. ഈ ഭൂപരിഷ്കരണം ഇപ്പം ലാൻഡ് ഭൂപരിഷ്കരണ നിയമം കേരളത്തിനും തമിഴ്നാടിനും ബംഗാളിനും ഉത്തർപ്രദേശിനും ഓരോന്നിനും ഓരോ സ്റ്റൈലായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഇത് പരാജയത്തിലേക്ക് പോയത്. പക്ഷെ ഇത് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്ത അർബൻ ലാൻഡ് സീലിംഗ് ആക്ട് ആണ്. വൺ ഓഫ് ദ റീസൺസ് എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ട് എല്ലാ സ്ഥലത്തും ഒരു ഒറ്റ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളതാണ്. മനസ്സിലായല്ലോ? യെസ്. ഫോർ എക്സാമ്പിൾ, ഹ്യൂമൻ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റേഷൻ ആക്ട് അല്ലെ. സപ്പോസ് കേരളത്തില് ഹ്യൂമൻ ഓർഗൻ വളരെ ഈസി ആയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, തമിഴ്നാട്ടിൽ പാടാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എല്ലാവരും കേരളത്തോട്ട് വരത്തില്ല. നമ്മുടെ ഹെൽത്ത് ഇൻഡസ്ട്രി ഒരു ക്രൈസിസിലേക്ക് പോകത്തില്ലേ? അപ്പൊ എല്ലാവർക്കും ഒരു കോമൺ, ഇത്തരം സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും കോമൺ നിയമം വരണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞാനൊരു കമന്റ്സ് നോക്കിക്കോട്ടെ. യെസ്, നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ 100+ സ്റ്റുഡൻസ് ആയി. സോ ഹാപ്പി ടു സീ യു ഓൾ. യെസ്, ഡൗട്ട്സ് നോക്കട്ടെ. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ക്ലാസ്സിന്റെ എൻഡിൽ ഏതെങ്കിലും ഡൗട്ട്സ് ആരെങ്കിലും മിസ് ഔട്ട് ആകുമ്പോൾ ക്ലാസ്സിന്റെ എൻഡിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഈ ടോപ്പിക് തീർക്കാം. അപ്പൊ ഇതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു? രാജ്യസഭ 2/3 റെസൊല്യൂഷൻ നിയമം പാസ്സാക്കുകയാണെങ്കിൽ പാർലമെന്റിന് സ്റ്റേറ്റ് ലോയിൽ ഇടപെടാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? നാഷണൽ എമർജൻസി, ആർട്ടിക്കിൾ 250 വരുന്ന സംഭവം. മൂന്നാമത്തെ കണ്ടീഷനാണ് സ്റ്റേറ്റുകൾ അങ്ങോട്ട് പോയി പറയുകയാണെങ്കിൽ പാർലമെന്റ് ക്യാൻ ലെജിസ്ലേറ്റ് അല്ലേ. ഈ നാലാമത്തെ കണ്ടീഷനാണ് ഇന്റർനാഷണൽ ട്രീറ്റീസ്, അന്താരാഷ്ട്ര ഉടമ്പടികൾ ഇന്ത്യ ഒപ്പിടാറുണ്ട് അല്ലെ. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ എന്ത് ചെയ്യാം? സ്റ്റേറ്റിന്റെ ലിസ്റ്റിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന് നിയമം നിർമ്മിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മുടെ ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പാരീസ് ക്ലൈമറ്റിക് എഗ്രിമെന്റ് ഒപ്പിട്ടു. അപ്പൊ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത്, ഇപ്പൊ ലാൻഡ് ആവാം, മറ്റേതെങ്കിലും സംഭവം വാട്ടർ ആവാം, ഏതെങ്കിലും ഒരു നിയമം നിർമ്മിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി റൈറ്റ്. അഞ്ചാമത്തെ കേസ് പ്രസിഡൻസ് റൂൾ. ഇതിന്റെ ആർട്ടിക്കിൾസ് നോക്കിക്കോണേ. പ്രസിഡൻസ് റൂൾ, രാഷ്ട്രപതി ഭരണം നിലനിൽക്കുമ്പോൾ എന്ത് ചെയ്യാന്നറിയോ? പാർലമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് ഇത്തരം ലെജിസ്ലേഷൻസ് നടത്താം. പക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ നാഷണൽ എമർജൻസിയുടെ സമയത്ത് എന്താണത്? ദേശീയ അടിയന്തരാവസ്ഥ, നാഷണൽ എമർജൻസിയുടെ സമയത്ത് ഇത്തരത്തിൽ നിയമം നിർമ്മിക്കാൻ സമ്മതിക്കുന്നു. പക്ഷെ വൺസ് ദാറ്റ് എമർജൻസി സീസ് ടു ഓപ്പറേറ്റ്, എമർജൻസി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 6 മാസം കഴിഞ്ഞത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ ആവും ആ നിയമം. അതല്ലെങ്കിൽ 6 മാസത്തിന് മുമ്പ് സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ ആ നിയമത്തെ ക്യാൻസൽ ചെയ്യിക്കാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടിന്യൂസ് ടു ബി ഓപ്പറേറ്റീവ് ഈവൻ ആഫ്റ്റർ ദ പ്രസിഡൻസ് റൂൾ. പ്രസിഡൻസ് റൂൾ, രാഷ്ട്രപതി ഭരണം, അതിനുവേണ്ടി ക്ലാസ് കിട്ടാത്തൊരു ടെൻഷൻ അടിക്കുന്ന വിശാലമായിട്ടുള്ള ക്ലാസ് കിട്ടും. ഈ രാഷ്ട്രപതി ഭരണം നിന്ന് കഴിഞ്ഞാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കും. സംസ്ഥാനങ്ങളിൽ വേണ്ടി റിപ്പീൽ ചെയ്യാം, അത് വേറെ കാര്യം. പക്ഷെ ഓട്ടോമാറ്റിക് ആയി ഈ നിയമം ക്യാൻസൽഡ് ആവില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് ഒരു റാങ്ക് മേക്കിംഗ് ഫാക്ട് ആണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കീറി മുറിച്ച് പഠിക്കണം, കമ്പയർ ചെയ്ത് പഠിക്കണം. നാഷണൽ എമർജൻസിയുടെ സമയത്തെ കണ്ടീഷൻ അല്ല പ്രസിഡൻസ് റൂളിന്റെ സമയത്തെ കണ്ടീഷൻ. ഇവിടെ കണ്ണിങ് ആയിട്ട് ചോദ്യം ഉണ്ടെങ്കിൽ എങ്ങനെ ചോദ്യം അറിയോ? എങ്ങനെ ചോദ്യം? പ്രസിഡൻസ് റൂളിന്റെ മറ്റൊരു പേരാണ് സ്റ്റേറ്റ് എമർജൻസി. സ്റ്റേറ്റ് എമർജൻസി നമ്മൾ നാഷണൽ എമർജൻസിയിൽ എല്ലാം പഠിച്ചിട്ട് പോയിട്ട്, അപ്പൊ സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുമ്പോൾ അതിന് നാഷണൽ എമർജൻസി ചെയ്ത മറ്റൊരു പേരാണോ എന്ന് കൺഫ്യൂഷൻ. അങ്ങനല്ല. പ്രസിഡൻസ് റൂളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്റ്റേറ്റ് എമർജൻസി, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി നമ്മൾ അതിനെ വിളിക്കും. അതും നാഷണൽ എമർജൻസിയും ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമാണ്. പേര് കേട്ടാൽ ഒരുപോലെ ഇരിക്കും. ഇതിന്റെ ഒക്കെ ക്ലാസ് നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് യൂട്യൂബിൽ ക്ലാസ് കാണുന്ന ആൾക്കാർക്ക് അത് ജസ്റ്റ് റെഫർ ചെയ്യാം, കൃത്യത മനസ്സിലാവും. നാഷണൽ എമർജൻസി ദേശീയ അടിയന്തരാവസ്ഥയാണ്. പക്ഷെ പ്രസിഡൻസ് റൂളും സ്റ്റേറ്റ് എമർജൻസിയും കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസിയും ഒറ്റ സംഭവം. അത് വേറൊരു കാര്യമാണ്. ക്ലിയർ ആണല്ലോ? 5 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിൽ പാർലമെന്റിന് നിയമം നിർമ്മിക്കാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ പറ. യെസ്, രാജ്യസഭ.
ആർട്ടിക്കിൾ 249. പിന്നെ നാഷണൽ എമർജൻസി. പിന്നെന്താണ്, സ്റ്റേറ്റുകൾ അങ്ങോട്ട് പോയി റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. നാലാമത്തെ കേസ് എന്തായിരുന്നു? ഇന്റർനാഷണൽ റെഗുലേഷൻസ്. എക്സാക്ട്ലി, ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ്. വാട്ട് വാസ് ദ ഫിഫ്ത് പോയിന്റ്? ഫിഫ്ത് പോയിന്റ്, യെസ്, പ്രസിഡൻസ് റൂൾ. പ്രസിഡൻസ് റൂൾ, എക്സാക്ട്ലി. അപ്പൊ അതിന്റെ കേസ് അങ്ങനെയാണ്. നമുക്കിനി കുറച്ച് കീ പോയിന്റുകൾ ഒന്ന് പഠിക്കാം. കീ പോയിന്റുകൾ. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില വാക്കുകൾ കേൾക്കുമ്പോൾ ഭയങ്കര ഖടാൽഖടിയുടെ വാക്കുകൾ നമ്മൾ കേൾക്കാൻ പോകും. ഡോക്ട്രിൻ ഓഫ് റിപ്പഗ്നൻസി, ഡോക്ട്രിൻ ഓഫ് ടെറിട്ടോറിയൽ നെക്സസ്, അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ഫെഡറൽ സുപ്രീമസി. ഒന്നുമില്ല. ഇതൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്കും ആ പേരിന്റെ ഗുമ്മൊന്നും കണ്ടന്റിനകത്തില്ല. പേര് കേൾക്കുമ്പോൾ എന്താ വലിയ സംഭവം തോന്നുമെങ്കിലും പഠിച്ചു വരുമ്പോൾ ഇത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഡോക്ട്രിൻ ഓഫ് ടെറിട്ടോറിയൽ നെക്സസ് പഠിക്കാം. ഡോക്ട്രിൻ ഓഫ് ടെറിട്ടോറിയൽ നെക്സസ് തത്വം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചുമ്മാ പോയി ഷോ കാണിക്കാൻ വേണ്ടി പറഞ്ഞാൽ നീ ഞാൻ ഇന്ന് ഡോക്ട്രിൻ ഓഫ് ടെറിട്ടോറിയൽ നെക്സസ് പഠിച്ചു, നിനക്ക് അറിയാമെന്ന് ചോദിക്കണം പോയി. സംഭവം വളരെ സിമ്പിൾ ആണ്. ടെറിട്ടോറിയൽ നെക്സസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് സ്റ്റേറ്റ്സിന്, സംസ്ഥാനങ്ങൾക്ക്, ഇപ്പം ഫേമസ് കേസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഓഫ് ബോംബെ വേഴ്സസ് RMDC എന്ന് പറയുന്നൊരു കേസ് ഉണ്ട്. സ്റ്റേറ്റ് ഓഫ് ബോംബെ വേഴ്സസ് RMDC. ഭയങ്കര ടെക്നിക്കൽ കേസാണ്. ടാക്സ് ലോയും ലോട്ടറിയും കുറെ കാര്യങ്ങൾ ബന്ധപ്പെട്ടുള്ളതാണ്. നിങ്ങൾ അത്രയും ടെക്നിക്കാലിറ്റിയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈ നിയമത്തിന് അണ്ടറിലൊക്കെയാണ് ഈ ഒരു ഡോക്ട്രൈൻ ഡെവലപ്പായി വന്നിട്ടുള്ളത്. ഡോക്ട്രിൻ ഓഫ് ടെറിട്ടോറിയൽ നെക്സസ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന ലെജിസ്ലേച്ചർ, നിയമസഭ എന്ന് പറയുന്നത്, നിയമസഭ അല്ലെ, എ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ആ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് സ്റ്റേറ്റിന്റെ ഉള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന നിയമങ്ങൾ മാത്രമേ പാസ്സാക്കാൻ പറ്റത്തുള്ളൂ. സ്റ്റേറ്റിന്റെ പുറത്ത് ഇംപ്ലിമെന്റേഷൻ ഉള്ള നിയമങ്ങൾ അവർക്ക് പാസ്സാക്കാൻ ഒക്കത്തില്ല. എക്സെപ്റ്റ്, ഒരൊറ്റ എക്സെപ്ഷൻ ഉണ്ട്. വെൻ ദർ ഇസ് എ സഫിഷ്യന്റ് നെക്സസ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ഒബ്ജക്ട്. സ്റ്റേറ്റ് ആൻഡ് ഒബ്ജക്ട്, ആ സ്റ്റേറ്റും ആ ഒബ്ജക്റ്റും തമ്മിൽ ഒരു സഫിഷ്യന്റ് ആയിട്ടുള്ള നെക്സസ് വേണമെന്നുണ്ട്. നെക്സസ് മീൻസ് ബന്ധം. ഒരു സഫിഷ്യന്റ് ആയിട്ടുള്ള ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സംസ്ഥാന നിയമം അവിടെയും ബാധകമാക്കാം എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? സോ പൊതുവെ പറയുമ്പോൾ സ്റ്റേറ്റ് ലോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമം ആ സംസ്ഥാനത്തിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടി നിൽക്കേണ്ടതാണ്. എക്സ്ട്രാ ടെറിട്ടോറിയൽ എന്താ പറയാ ലെജിസ്ലേഷൻസ് നടത്താൻ സ്റ്റേറ്റിന് അധികാരമില്ല. പാർലമെന്റിന് മാത്രമാണ് എക്സ്ട്രാ ടെറിട്ടോറിയൽ ലെജിസ്ലേഷൻ നടത്താൻ പറ്റുക. ഒരിക്കലും കേരളത്തിലെ നിയമം നാളെ കൊണ്ടുപോയി തമിഴ്നാട്ടിലോ അമേരിക്കയിലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒക്കത്തില്ല, അല്ലെ? കേരള ഹൗസ് കൊണ്ട് എക്സാമ്പിൾ ഉണ്ട്. കേരള ഹൗസ് ഡൽഹിയിലുണ്ട്. കേരള ഹൗസ് ഒരു സഫിഷ്യന്റ് നെക്സസ് ഉണ്ടല്ലോ. എക്സാക്ട്ലി, അത് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ സഫിഷ്യന്റ് നെക്സസ് ഉണ്ടെങ്കിൽ അവിടെ നിയമം നിർമ്മിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? യെസ്. ഇപ്പൊ നമുക്ക് കേരള ഹൗസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അല്ലെങ്കിൽ കേരളത്തിന്റെ ലാൻഡ് ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ. കേരളത്തിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ലാൻഡ് പല സംസ്ഥാനങ്ങളും ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ലെജിസ്ലേഷൻ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ കേരള സർക്കാർ നടത്താം. നോ ഇഷ്യൂസ്. ഓക്കെ, ഇതിന് റിയൽ ലൈഫ് എക്സാമ്പിൾസ് വളരെ കുറവാണ്. ഈ സ്റ്റേറ്റ് ഓഫ് ബോംബെ വേഴ്സസ് RMDC എന്നൊക്കെ പറയുന്ന വളരെ അപൂർവമായിട്ടുള്ള കേസുകൾ മാത്രമേ ഉള്ളൂ. ഈ കേസ് വായിച്ച് നമ്മുടെ ഉള്ള ഗില്ലിയും കൂടെ പോകും. ഇത് കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ലോട്ടറിയുടെ ടാക്സേഷനോട് സംബന്ധിച്ച് കുറെ കോംപ്ലിക്കേഷൻ. തൽക്കാലം നിങ്ങൾ ഈ എക്സാമ്പിൾസ് വെച്ച് ആലോചിച്ചിരുന്നാൽ മതി. മനസ്സിലായല്ലോ? കേരള ഹൗസിന്റെ കാര്യം എടുക്കാം, അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെ മറ്റ് ബിൽഡിങ്സ്, അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് മറ്റ് ബിസിനസ്സുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ലാൻഡ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് ബാധകമായേക്കാം എന്ന് ആലോചിച്ചിരുന്നാൽ മതി. ഡോക്ട്രിൻ ഓഫ് ടെറിട്ടോറിയൽ നെക്സസ്. അതല്ലെങ്കിൽ ഒരിക്കലും ബാധകമാവില്ല. പക്ഷേ പാർലമെന്റിന് എന്തും ചെയ്യാം. പാർലമെന്റിന് എക്സ്ട്രാ ടെറിട്ടോറിയൽ ലെജിസ്ലേഷൻ നടത്താം. വിച്ച് മീൻസ് പാർലമെന്റിന് ഇന്ത്യക്കകത്തും ഏത് സംസ്ഥാനത്തിലും ഈവൻ ഇന്ത്യക്ക് പുറത്ത് വേണമെങ്കിലും പാർലമെന്റിന് എന്ത് ചെയ്യാം? ഇന്ത്യൻ സിറ്റിസൺസിന് വേണ്ടി നിയമം ഉണ്ടാകാം. The parliament alone can make extra territorial legislations. സോ പാർലമെന്റ് ഇവിടെ നിർമ്മിക്കുന്ന ലെജിസ്ലേഷൻ അമേരിക്കയിലുള്ള ഒരു ഇന്ത്യക്കാരനെ വേണമെങ്കിൽ ബാധകമാവാം. ബെസ്റ്റ് എക്സാമ്പിൾ ടാക്സ് ലോസ്. സപ്പോസ് ഇപ്പൊ ഇന്ത്യക്കാര് വിദേശത്ത് പോയി പണം സമ്പാദിക്കുന്നു. പക്ഷെ ഇന്ത്യൻ ടാക്സ് ലോയ്ക്ക് വിധേയരാണ് അവർ, അല്ല, ഇന്ത്യൻ ടാക്സ് ലോയ്ക്ക് വിധേയരാണ് അവർ. ഇന്ത്യയിൽ ടാക്സ് കൊടുത്തേ വരത്തുള്ളൂ. സോ ഇന്ത്യൻ സിറ്റിസൺസിന് പ്രോപ്പർട്ടിക്കും ലോകത്ത് എവിടെയാണെങ്കിലും, ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, അല്ലെ, പല ആൾക്കാരും ഇപ്പൊ വിജയ മല്യയുടെ ഒക്കെ പ്രോപ്പർട്ടി പിടിച്ചു കെട്ടാൻ, ലണ്ടനിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള പ്രോപ്പർട്ടികൾ പിടിച്ചു കെട്ടാൻ, അല്ലെങ്കിൽ നീരവ് മോദിയുടെ പ്രോപ്പർട്ടികൾ പിടിച്ചു കെട്ടാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയിലെ നിയമത്തിന് അതിനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇന്ത്യയിലെ പ്രശ്നം ഉണ്ടാക്കിയ ഇന്ത്യക്കാരന്റെ പ്രോപ്പർട്ടി വിദേശ രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് പിടിച്ചെടുക്കാനുള്ള അവകാശം അധികാരങ്ങൾക്ക് ഉണ്ടാവാം. അപ്പൊ അത്തരത്തില് എക്സ്ട്രാ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഇന്ത്യൻ സിറ്റിസൺസിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാം? അവിടെ ചെയ്യാൻ പറ്റും, അല്ലെ? യെസ്.
കമന്റ്സ് നോക്കട്ടെ. ഓക്കെ, 1 second. ഓക്കെ, എക്സാക്ട്ലി. ഓക്കെ, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ഹോൾഡ് ചെയ്യുക. പല ചോദ്യങ്ങളുടെ ഉത്തരം അടുത്ത സ്ലൈഡ്സിനകത്ത് ഉണ്ട്, ഒന്ന് ലിസൺ ചെയ്യുക. സ്റ്റിൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് ലാസ്റ്റ് നോക്കിയിടാം കേട്ടോ. യെസ്, ഇസ് ദർ എനി സിംഗിൾ തിങ്, 1 second. ചാറ്റ്സ് പെട്ടെന്ന് വാനിഷ് ആയി പോകുന്നതുകൊണ്ട് നമുക്കിത് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ മെസ്സേജ് ഒന്നുകൂടെ നയിക്കാമോ? ഇസ് ദർ എനി സിംഗിൾ തിങ് സ്റ്റേറ്റ് ക്യാൻ. ഓക്കെ, പ്ലീസ് സെൻഡ് ദാറ്റ് മെസ്സേജ് വൺസ് അഗെയിൻ. ഓക്കെ, യാ, നമുക്ക് ഇന്ന് പറഞ്ഞു തീർക്കാം. പല ചോദ്യങ്ങളുടെ ഉത്തരം നെക്സ്റ്റ് സ്ലൈഡ്സിനകത്തുണ്ട്. റൈറ്റ്, സോ അതർ പോയിന്റ്സ് കിട്ടി. അപ്പൊ എന്താണ് ഡോക്ട്രിൻ ഓഫ് ടെറിട്ടോറിയൽ നെക്സസ് എന്ന് മനസ്സിലായല്ലോ. കാര്യം ഓൾറെഡി ഡോക്ട്രിൻ ഓഫ് ഫെഡറൽ സുപ്രീമസി സിവിൽ സർവീസസ് മെയിൻസിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇനി പറയാൻ പോകുന്ന നേരത്തെ പറഞ്ഞ ഡോക്ട്രിൻ ഓഫ് ടെറിട്ടോറിയൽ നെക്സസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. GST യുടെ കേസിൽ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് നോക്കിയോണേ. 101st കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റും GST തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഉണ്ടോന്ന് ഇതിനകത്താണ്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. GST യുടെ കാര്യത്തിൽ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിന്റെ കാര്യത്തിൽ പാർലമെന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും നിയമം നിർമ്മിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇറ്റ്സ് എ വെരി ബിഗ് ബട്ട്, വെരി ബിഗ് പക്ഷേ, ഇൻട്രാ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അല്ലെ, അതായത് ഇന്റർ സ്റ്റേറ്റ്, ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിനെ സംബന്ധിക്കുന്ന നിയമമാണെങ്കിൽ അത് പാർലമെന്റിന് മാത്രമേ നിർമ്മിക്കാൻ സാധിക്കുള്ളൂ അല്ലെ. ഫോർ എക്സാമ്പിൾ ഇന്റഗ്രേറ്റഡ് GST, എക്സാക്ട് ഇന്റഗ്രേറ്റഡ് GST, അത് പാർലമെന്റിന് മാത്രമുള്ള അധികാരം. അപ്പൊ കേരളത്തിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻസ്, ഗുഡ്സ് ആൻഡ് സർവീസ് ട്രാൻസാക്ഷൻസ് സംബന്ധിച്ച് കേരള ഗവൺമെന്റിന് നിയമം നിർമ്മിക്കാം, നിയമസഭയ്ക്ക് നിയമം നിർമ്മിക്കാം. പക്ഷെ കേരള തമിഴ്നാട് അത് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ആണ്. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? പാർലമെന്റിന് മാത്രമേ അത്തരം കോണ്ടെക്സ്റ്റിൽ നിയമം നിർമ്മിക്കാൻ സാധിക്കുള്ളൂ. സോ ദ തിങ് ഈസ്, ഇന്റർ സ്റ്റേറ്റ് ട്രേഡിന്റെ കാര്യത്തിൽ പാർലമെന്റും, ഇൻട്രാ സ്റ്റേറ്റ് ട്രേഡ് അതായത് സ്റ്റേറ്റിന്റെ അകത്ത്, ഇവിടെ പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ അല്ലെ, രണ്ടുപേർക്കും നിയമം നിർമ്മിക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, നമുക്കിനി കുറെ സമയം കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം കൂടെ പറയാം. ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷനും എന്താ പറയാ, ഹിസ്റ്ററി പൊറോട്ടയും ബീഫും പോലെയാണ്, അഭേദ്യമായ ബന്ധമാണ്. അത് ഒരുമിച്ച് പഠിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ 3 ലിസ്റ്റിന്റെ കഥയൊക്കെ പറഞ്ഞല്ലോ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ബ്രിട്ടീഷുകാരാണ് തരുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അണ്ടറിലാണ് ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ഒക്കെ പറ്റി വളരെ വിശാലമായിട്ടുള്ള ക്ലാസ്സുകൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. നമ്മുടെ ബാച്ചസിൽ അത് കിട്ടും. അപ്പൊ യൂട്യൂബ് ക്ലാസ് കാണുന്ന ആൾക്കാർ നമ്മുടെ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ വീഡിയോസ് കാണാം. ഇതിന്റെ ഫുൾ പോയിന്റ് അവിടെ കവേർഡ് ആണ്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ പാർട്ട് എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും സൈസ് വരാനുള്ള പ്രധാനപ്പെട്ട റീസൺ ഇത് തന്നെ. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1930 വാസ് വെരി ബൾക്കി, വളരെ ബൾക്കി ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. ഇതിൽ നിന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പല കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയായിട്ട് മാറിയത്. സോ പറഞ്ഞു വരുന്നത്, ഈ 3 ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇത് നമ്മൾ അടിച്ചു മാറ്റിയതും ഇവിടെ നിന്ന് തന്നെയാണ്. അവിടെ ഇവിടെ ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു ചേഞ്ച് ഉണ്ട്. ഇന്നത്തെ കേസിൽ റെസിഡ്യൂറി സബ്ജക്ട്സ്, അവശിഷ്ടാധികാരങ്ങൾ പാർലമെന്റിനാണല്ലോ. ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവശിഷ്ടാധികാരങ്ങളിൽ ലെജിസ്ലേഷൻസ്, സ്റ്റാറ്റ്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം ഇറ്റ് ബിലോങ് ടു ഗവർണർ ജനറൽ. ഗവർണർ ജനറൽ. ഈ സമയത്ത് ഗവർണർ ജനറലിന്റെ പേര് വൈസ്രോയി എന്ന് തന്നെയാണ്. പക്ഷെ ഗവൺമെന്റ് ഡോക്യുമെന്റ്സിൽ ഗവർണർ ജനറൽ എന്നാണ് എഴുതിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ഈ ഒരു ചരിത്രം ഓർത്തിരിക്കുക. അപ്പൊ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ, പെട്ടെന്ന് വരണം. കൺകറന്റ് ലിസ്റ്റ് നമ്മൾ ഏത് രാജ്യത്ത് നിന്ന് അടിച്ചു മാറ്റിയത്? കൺകറന്റ് ലിസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ ഏത് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എടുത്തിട്ടുള്ളത്? യെസ്, റീമ, അനില, വെരി ഗുഡ്. ഓസ്ട്രേലിയ. വെരി ഗുഡ്. യെസ്.
ഓസ്ട്രേലിയ, ഫൈൻ. അപ്പൊ നമുക്കിനി ഡോക്ട്രൈൻ ഓഫ് റിപ്പഗ്നൻസിലേക്ക് പോവാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കും ഈ ചോദ്യം വന്നിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ചോദ്യം കണ്ടപ്പോൾ. അതിന്റെ ഞാനത് പണ്ട് ട്രിവാൻഡ്രം UPSC അക്കാദമി പഠിപ്പിച്ചപ്പോ ഒരു കുട്ടി അന്ന് ക്ലാസ്സിൽ ചോദിച്ചു, സാറേ ഡോക്ടർ ഓഫ് റിപ്പഗ്നൻസി എന്താണെന്നുള്ളത്. അന്ന് ഇത് അത്ര പോപ്പുലർ അല്ല ഈ ഒരു കോൺസെപ്റ്റ്. എനിക്കത് അറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ചെക്ക്ഔട്ട് ചെയ്തിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വീട്ടിൽ പോയി നോക്കിയപ്പോൾ അന്ന് രാവിലത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ സെയിം കോൺടെക്സ്റ്റ് ഉണ്ട്. ഞാൻ അത് വിശദമായിട്ട് അങ്ങ് പഠിച്ചിട്ട് പിറ്റേ ദിവസം ക്ലാസ്സിലുള്ള വിശദമായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഒരു ടീച്ചർ ആവുന്നതിന്റെ പ്രിവിലേജ് അതാ. നമുക്ക് പലപ്പോഴും എക്സാംസിന് ഒരു 4-5 മാർക്ക് കുട്ടികളുടെ ഡൗട്ട്സിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അത് ടീച്ചേഴ്സിന് ഇടുന്ന സ്പെഷ്യൽ പ്രിവിലേജ് ആണ്. സോ താങ്ക്സ് ടു ഓൾ. അപ്പം ഡോക്ടർ ഓഫ് റിപ്പഗ്നൻസി വളരെ യാദൃശ്ചികമായിട്ട് ആ വർഷത്തെ മെയിൻസ് എക്സാമിന് വന്നിരുന്നു. കാര്യം ഇത് അന്ന് പത്രത്തിൽ വന്ന കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക. അന്നത്തെ കാലത്ത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാറും ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ സാറും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്ട് നടക്കുന്ന സമയമാണ്. അന്ന് UGC ആക്ട്, അതായത് കേരള ഗവൺമെന്റ് ശ്രമിക്കുന്നത് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റണം, യൂണിവേഴ്സിറ്റി ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള ശ്രമം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഈ പെർസ്പെക്റ്റീവില് നമുക്ക് നിയമം നിർമ്മിക്കണമല്ലോ. നിയമപരമായിട്ട് നോക്കുമ്പോൾ ഗവർണറാണ് ചാൻസലർ. ആ സെറ്റപ്പ് മാറ്റാനായിട്ട് പുതിയ നിയമം കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കാം. കേരളത്തിൽ ശ്രമം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർ ഒരു ഡിക്ലറേഷൻ ഇറക്കി. ഡോക്ട്രൈൻ ഓഫ് റിപ്പഗ്നൻസി യൂസ് ചെയ്യപ്പെടും. വിച്ച് മീൻസ് കേന്ദ്ര സർക്കാരിന്റെ ഒരു നിയമം അല്ലെങ്കിൽ പാർലമെന്റിന്റെ ഒരു നിയമവും സംസ്ഥാന നിയമസഭയുടെ ഒരു നിയമവും, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ലോസ് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? കേന്ദ്ര സർക്കാരിന്റെ നിയമമായിരിക്കും നിലനിൽക്കുക. അതാണ് ഡോക്ട്രൈൻ ഓഫ് റിപ്പഗ്നൻസ്. ദ സ്റ്റേറ്റ് ലോ ഷാൽ സ്റ്റാൻഡ് റിപ്പഗ്നന്റ്. ശരി, ക്യാൻസൽ ആയി പോകുന്നതാണ് അർത്ഥം. സംഭവം സിമ്പിൾ ആണ്. സ്റ്റേറ്റ് ലോ ബിക്കം വോയിഡ്. ഇറ്റ് ഈസ് ഓൾവേസ് സബോർഡിനേറ്റ് ടു ദ സെൻട്രൽ ലോ, അല്ലെ? യെസ്, ഇതൊന്ന് മനസ്സിലാക്കാം. കാര്യം ഇത് നിങ്ങൾ കണക്ട് ചെയ്ത്, നമ്മൾ നേരത്തെ എല്ലാവരും കണക്ട് ചെയ്തേ. എഡ്യൂക്കേഷൻ ഏത് ലിസ്റ്റ് വരുന്ന സബ്ജക്റ്റ് ആണ് എഡ്യൂക്കേഷൻ? നമ്മൾ 42nd അമെന്റ്മെന്റിനകത്ത് പഠിച്ച 42nd അമെന്റ്മെന്റ് ഉണ്ടല്ലോ, സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടന്ന എഡ്യൂക്കേഷനെ എവിടെ കൊണ്ടുവന്നു? കൺകറന്റ് ലിസ്റ്റിൽ കൊണ്ടുവന്നു. കൺകറന്റ് ലിസ്റ്റ് വന്നുള്ള ഹൈലൈറ്റ് എന്താ? അവിടെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും നിയമം നിർമ്മിക്കാം. അങ്ങനെ വരുമ്പോൾ കോൺഫ്ലിക്ട് വന്നാൽ എന്ത് സംഭവിക്കും? അവിടെ നമ്മൾ ഡോക്ട്രിൻ ഓഫ് റിപ്പഗ്നൻസി യൂസ് ചെയ്യുന്നത്. ഡോക്ട്രിൻ ഓഫ് റിപ്പഗ്നൻസി. The state law shall stand void or repugnant. കേന്ദ്ര നിയമം മാത്രമേ നിൽക്കൂ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കിയേ. ഇപ്പം UGC ആക്ട് ഉണ്ട്, UGC നിയമമുണ്ട്. അപ്പൊ സംസ്ഥാന സർക്കാർ ഒരു സ്റ്റേറ്റ് ലോ കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാരിന്റെ UGC ലോയ്ക്ക് എതിരാണ്. അപ്പൊ ഏത് നിലനിൽക്കും? UGC ലോ മാത്രം നിലനിൽക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ശ്രമം സ്റ്റേറ്റിൽ ഉപേക്ഷിച്ചത് നമ്മൾ, അല്ലെ? അപ്പൊ അതാണ് കൺകറന്റ് ലിസ്റ്റിന്റെ ഒരു മാജിക്. ഇപ്പോഴും പലപ്പോഴും ഇങ്ങനെയുള്ള ഇഷ്യൂസ് നടക്കാറുണ്ട്. ഓക്കെ, കരുണാനിധി കേസ് ഉണ്ട് തമിഴ്നാട്ടിൽ, അതും സെയിം കോണ്ടെക്സ്റ്റ് ആണ്, അല്ലെ? എക്സാക്ട്ലി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അതൊരു പോളിസി ആണെന്നെങ്കിലും പറയാം. സ്റ്റിൽ അത്തരത്തിൽ നിയമം വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് അത് ഒബേ ചെയ്യുന്നത് മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. റൈറ്റ്. അപ്പോൾ അതാണ് ഡോക്ട്രിൻ ഓഫ് റിപ്പഗ്നൻസി. പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ലക്ഷ്മികാന്തിൽ നിന്ന് കിട്ടുന്ന പോയിന്റുകളാണ്. ഇതൊന്നും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാനിതിൽ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ ഇടാൻ പോവാണ്, ഞാൻ ഈ ചോദ്യം ഉറപ്പായിട്ടുണ്ട്. അത്രയ്ക്ക് നല്ലൊരു പോയിന്റ് ആണത്. നേരത്തെ നമ്മൾ കണ്ടൊരു പോയിന്റ് ഉണ്ട്. എന്താ? ഡോക്ട്രിൻ ഓഫ് റിപ്പഗ്നൻസി. സെൻട്രൽ ലോ സ്റ്റേറ്റ് ലോ ക്ലാഷ് വരുമ്പോൾ സെൻട്രൽ ലോ നിലനിൽക്കും, സ്റ്റേറ്റ് ലോ താഴെ പോകും. പക്ഷെ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. ഹാഡ് ദിസ് സ്റ്റേറ്റ് ലോ ബീൻ റിസർവ്ഡ് ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ദ പ്രസിഡന്റ്, ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സി എഗെയിൻ, നമ്മൾ പാർലമെന്റിന്റെ ഒരു കേസ് കണ്ടിരുന്നു. രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്. ഇവിടെ രാജ്യസഭ എന്ന് പറയുന്ന സ്റ്റേറ്റ്സ്, അല്ലെ, സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സഭയാണ്, ഉപരിസഭയാണ്. പ്രസിഡന്റിന്റെ ഒരു റോളും ഇതാ. സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഇംപ്ലിസിറ്റ് റോളും ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട്. കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആൾക്കാർക്ക് അറിയാം, ഒന്നാമത് കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തവും സെൻട്രൽ ഗവൺമെന്റിനെ ഫേവർ ചെയ്ത് നടക്കുക. അങ്ങനെ അങ്ങ് ഫേവർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്കൊക്കെ പോകും. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലിരിക്കണം. അത് ബെസ്റ്റ് എക്സാമ്പിൾ ആയത്, ഒരു സംസ്ഥാന ഒരു നിയമസഭ പാസ്സാക്കുന്ന ഒരു നിയമം അത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അദ്ദേഹം വായിച്ചു നോക്കില്ല, ഓക്കെ സെറ്റ് ചാമ്പിക്കോ എന്ന് പറയുകയാണെങ്കിൽ ആ നിയമം കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിന് കോൺഫ്ലിക്റ്റ് ആയിട്ടുണ്ടെങ്കിലും നിലനിൽക്കും. മനസ്സിലായോ?
If the state law has been reserved for the consideration of the president, പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടി ഒരു സ്റ്റേറ്റ് ലോ അയച്ചിട്ടുണ്ട്, ഗവർണർ വഴി ആയിരിക്കും നമ്മൾ അയക്കുക. ഗവൺമെന്റ് അയച്ച അല്ലെങ്കിൽ ഗവർണർ അയച്ച ആ ഒരു നിയമത്തിന് അത് പ്രസിഡന്റ് ഒപ്പിട്ടു, ഓക്കെ പ്രസിഡന്റ് സെറ്റാക്കി, കുഴപ്പമില്ലെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ നിയമം സെൻട്രൽ ലോയുമായിട്ട് കോൺഫ്ലിക്ട് ഉണ്ടെങ്കിൽ പോലും അത് നിലനിൽക്കും. അതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്. കോംപ്ലിക്കേറ്റഡ് ആയോ അതോ മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, ഒരു പ്രാവശ്യം റിപ്പീറ്റ് അടിക്കാം. മനസ്സിലായി? ഓക്കെ, ഒന്ന് രണ്ട് ആൾക്കാർക്ക് റിപ്പീറ്റേഷൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നും റിപ്പീറ്റ് ചെയ്യാം അല്ലെ? യെസ്, ഡോക്ടർ ഓഫ് പ്ലഷർ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അത് നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഡോക്ടർ ഓഫ് പ്ലഷർ. അതിലേക്ക് നമുക്ക് വരാം. അതായത് പൊതുവെ എന്താ സംഭവിക്കുക, സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമവും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയമവും തമ്മിൽ ക്ലാഷ് വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയമം അവിടെ തകർന്നു പോകും, സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമമായിരിക്കും നിലനിൽക്കുക. പക്ഷെ ഇതിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയമം നമ്മൾ നിയമസഭയിൽ പാസ്സാക്കുന്നു, അവസാനം ഗവർണർ ഈ നിയമം പ്രസിഡന്റിന് അയച്ചു കൊടുക്കുകയെന്നിരിക്കട്ടെ. പ്രസിഡന്റ് ആ നിയമം വായിച്ച് ഒരു കുഴപ്പമില്ലെന്ന് ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ, അതായത് പ്രസിഡന്റ് അസെന്റ് ചെയ്യുമ്പോഴാണല്ലോ ബില്ല് ലോ ആവുന്നത്. ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ നിയമം നിലനിൽക്കും. ഈവൻ ആ നിയമം കേന്ദ്ര സർക്കാരിന്റെ നിയമമായിട്ട് കോൺഫ്ലിക്ട് ഉണ്ടെങ്കിൽ പോലും ആ നിയമം നിലനിൽക്കും. അതാണ് അതിന്റെ ഒരു കോൺടെക്സ്റ്റ്. ഇതൊരു എക്സെപ്ഷൻ ആണ്. പക്ഷെ അത്തരത്തിൽ പാസ്സാക്കുന്ന നിയമത്തിനെ പാർലമെന്റിന് വേണമെങ്കിൽ ഭാവിയിൽ എടുത്തു കളയാം, ഭാവിയിൽ. ബട്ട് ദ പാർലമെന്റ് വുഡ് സ്റ്റിൽ ബി കോമ്പീറ്റന്റ് ഫോർ ദ പാർലമെന്റ് ടു ഓവർറൈഡ് സച്ച് ലോ ബൈ മേക്കിംഗ് എ ന്യൂ ലോ. പുതിയൊരു നിയമം പാസ്സാക്കി വേണമെങ്കിൽ സംസ്ഥാന സർക്കാർ നിയമത്തിനെ പാർലമെന്റ് എടുത്തു കളയാം. പക്ഷെ നേരത്തെ ഉള്ള പോലെ കോൺഫ്ലിക്ട് വരുമ്പോൾ തന്നെ ആ നിയമം ഓട്ടോമാറ്റിക് ആയിട്ട് നശിച്ചു പോകുന്ന പരിപാടി ഇവിടെ ഇല്ല. ആ നിയമം നിലനിൽക്കും. പാർലമെന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ നിയമത്തിൽ കൊണ്ടുവരാം. തമിഴ്നാട് യൂണിവേഴ്സിറ്റി ബിൽ എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. അത് സുപ്രീം കോടതിയാണ് ഇടപെട്ടത്. അതിനകത്ത് സുപ്രീം കോടതിയുടെ ഇടപെടലാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. പ്രസിഡന്റ് അതിനകത്ത് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് അല്ല എന്ന് വരുന്നത്. അത് ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ് ആണ്. ഓക്കെ, യെസ്. അപ്പോൾ കോണ്ടെക്സ്റ്റ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ട്രിൻ ഓഫ് റിപ്പഗ്നൻസി. പിന്നീട് കുറച്ച് റാൻഡം പോയിന്റ്സ് ഉണ്ട്. അത് അതിന്റെ കുറച്ച് പോയിന്റ് നിങ്ങൾക്ക് വായിക്കാനാണ് ഞാൻ തന്നുവിടാം. ഈ 2 പേജിലുള്ള പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. ഓക്കെ, ഡൗട്ട്സ് വല്ലതും ചോദിച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ചില കാര്യങ്ങളിലുള്ള ബിൽസ് ഓൺ സേർട്ട് നമ്മൾ കണ്ടു. സംസ്ഥാനങ്ങളെ സംബന്ധിച്ച്, സ്റ്റേറ്റിനെ സംബന്ധിച്ച് ബില്ലിൽ പ്രധാനമായിട്ട് ഒപ്പിടേണ്ടത് ഗവർണറാണ്. ഗവർണർ ഒപ്പിട്ട ബില്ല് ലോ ആവും. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടു ഗവർണർ ചില സാഹചര്യത്തിൽ എന്ത് ചെയ്യും, പ്രസിഡന്റ് അയക്കും. നമ്മൾ തൊട്ടു പോകേണ്ട എക്സാമ്പിൾ. അതുപോലെ ചില കാര്യങ്ങൾ, ബിൽസ് ഓൺ സർട്ടൺ മാറ്റേഴ്സ്, അത് സ്റ്റേറ്റ് ലിസ്റ്റിനകത്തുള്ള, അതായത് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് അതിൽ നിയമം നിർമ്മിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിനകത്തുള്ള ഒരു കാര്യം സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പോലും ചില സമയത്ത് പ്രസിഡന്റിന്റെ പ്രീവിയസ് സാങ്ഷൻ വേണം. ഇവിടെ ശ്രദ്ധിക്കുക, സാധാരണഗതിയിൽ നോർമൽ സിനാരിയോയില് ഒരു നിയമസഭാ അംഗത്തിന് എന്ത് ചെയ്യാം, ഒരു ബില്ല് നിയമസഭയിൽ സ്റ്റേറ്റിൽ അവതരിപ്പിക്കാം. അത് പാസ്സാവാതിരിക്കാം, അത് പിന്നെ ഒരു കേസ്. പക്ഷെ ചില കാര്യങ്ങൾ, ചില ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ട്രേഡിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ നാളെ കേരളം ഒരു നിയമം പാസ്സാക്കാന്നിരിക്കട്ടെ, തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറികളൊന്നും കേരളത്തിലേക്ക് എടുക്കില്ല, അല്ലെങ്കിൽ കേരളം വഴി കർണാടകയിലോട്ട് തമിഴ്നാട്ടിലെ വാഹനങ്ങൾ കയറ്റി വിടില്ല, അങ്ങനെ ഒരു നിയമമൊക്കെ, റോഡൊക്കെ നമ്മുടെ ഈ സബ്ജക്ട്സ് അല്ലേ, അങ്ങനെ ഒരു നിയമമൊക്കെ കേരളം പാസ്സാക്കി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ ഏത് സംസ്ഥാനം പാസ്സാക്കിയുള്ള അവസ്ഥ എന്തായിരിക്കും? തമിഴ്നാട് നാളെ നിയമം പാസ്സാക്കണം, നാളെ മുതൽ കേരളത്തിൽ നിന്നുള്ള കുരുമുളക് തമിഴ്നാട്ടിൽ വിൽക്കണ്ട, അല്ലെങ്കിൽ തമിഴ്നാട് വഴി കർണാടകയിലേക്ക് കേരളം ഒന്നും ട്രേഡ് നടത്തണ്ട എന്നൊക്കെ നിയമം തമിഴ്നാട് പാസ്സാക്കുകയാണെങ്കിൽ പ്രശ്നമല്ലേ? അതുപോലെ ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കോമേഴ്സ്, ഇതുപോലുള്ള വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള ബില്ല് സംസ്ഥാനങ്ങൾക്ക് അവരുടെ നിയമസഭയിൽ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പോലും അതിന് പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതി വേണം. ഇവിടെ പ്രസിഡന്റ് ഒപ്പിന്റെ കേസ് അല്ല പറയുന്നത്, പ്രയർ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ പ്രയർ സാങ്ഷൻ ഓഫ് ദ പ്രസിഡന്റ്. ഇത് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പ്രസിഡന്റ് ഞാൻ അവതരിപ്പിച്ചോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചിട്ട് പ്രസിഡന്റ് അച്ചാമ്പിക്കോ എന്ന് പറഞ്ഞാൽ മാത്രമേ they can even introduce that bill there. മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? യെസ്. പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഇത് മാത്രം നോക്കിയാൽ മതി. അത്തരം കേസസിൽ എന്ത് വരും എന്നറിയോ? ഗവർണറിന് തോന്നുകയാണ്, ഇപ്പം ചില ആൾക്കാർ ചോദിക്കുന്നത് മറ്റു ചില കേസസിൽ ഇത്തരം ഇഷ്യൂ വരുന്നുണ്ടോ? അത് ഗവർണറിന്റെ ഡിസ്ക്രിപ്ഷൻ. അപ്പൊ ഗവർണറിന് ഒരു ബില്ല് വായിച്ചു നോക്കുമ്പോൾ പ്രശ്നമായിട്ട് തോന്നുകയാണെങ്കിൽ പിന്നെ ഗവർണർ അപ്പോൾ റെക്കമെൻഡ് ചെയ്യാം. മനസ്സിലായല്ലോ? യെസ്.
അപ്പൊ ഇവിടെ ഇത്രയും സമയം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഒറ്റ കാര്യമാണ് ദ റൂൾ ഓഫ് ഫെഡറൽ സുപ്രീമസി. ദ റൂൾ ഓഫ് ഫെഡറൽ സുപ്രീമസി. ഇന്ത്യയിൽ ഫെഡറൽ ഗവൺമെന്റ് ആണ് സുപ്രീം. ഇവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ഇഷ്യൂ വരികയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ടൈം കേന്ദ്ര സർക്കാരിന്റെ നിയമം അല്ലെങ്കിൽ പാർലമെന്റിന്റെ നിയമം മാത്രമേ നിലനിൽക്കുള്ളൂ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫെഡറൽ സുപ്രീമസി. UPSC മെയിൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. KS പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇത് പ്രിപ്പയർ ചെയ്യണം. ദ റൂൾ ഓഫ് ഫെഡറൽ സുപ്രീമസി. ഇത് സർക്കാരിയ കമ്മീഷന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കൊട്ടേഷനാണ്. ഇതാണ് PSC എവല്യൂഷൻ എന്ന് പറഞ്ഞതാ. പണ്ടത്തെ ചോദ്യം എന്തായിരുന്നു? സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പഠിക്കുന്ന കമ്മീഷൻ ഏത്? സർക്കാരിയ കമ്മീഷൻ. തീർന്നു, അതോടുകൂടി തീർന്നു. ശരി, നമ്മൾ എന്ത് പഠിക്കണം? സർക്കാരിയ കമ്മീഷൻ റെക്കമെൻഡേഷൻസ്. അതിനകത്ത് പറയുന്ന റൂൾ ഓഫ് ഫെഡറൽ സുപ്രീമസി എന്താണ്, അല്ലെങ്കിൽ അതിന്റെ മറ്റ് ഫർദർ റെക്കമെൻഡേഷൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഫർദർ റെക്കമെൻഡേഷൻസ് ഒക്കെ നമുക്ക് അരച്ചിറക്കി പഠിക്കാം. സർക്കാരിയ കമ്മീഷൻ ഈ ഒരു കോൺടാക്സ്റ്റ് ഉള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ കുറച്ച് സെൽഫ് എക്സ്പ്ലനേറ്ററി ചവർ പോയിന്റുകൾ ഉണ്ട്. ദാറ്റ് ഐ വിൽ ഗീവ് യു. ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കിയിരുന്നാൽ മതി. അതായത് ഞാൻ ജസ്റ്റ് ഒരു ഫ്രെയിംവർക്ക് തന്നുവിടാം, അത് വെച്ചിട്ട് നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ. സെൽഫ് ലേണബിലിറ്റി നമ്മൾ അതിലൂടെ വർക്ക് ചെയ്തെടുക്കണം. ഒരാൾ പറഞ്ഞെങ്കിൽ മാത്രമേ പഠിക്കൂ എന്നുള്ളൊരു ഒരു മെന്റാലിറ്റി മാറ്റാം. നമുക്ക് തന്നെത്താനെ വായിച്ച് പഠിക്കാനും ഇതിന്റെ കൂടെ നിങ്ങൾ ഒരു ട്രെയിനിങ് വിധേയമാവണം. ഓക്കെ, അതിനു വേണ്ടി തരുന്നൊരു പോർഷനാണ്. ഫ്രെയിംവർക്ക് ഞാൻ പറഞ്ഞുതരാം, ഇത് വായിച്ചു നോക്കാം. അതായത് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ സെന്റേഴ്സ് പ്ലീനറി ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ. ഇത് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവം പോലെ തോന്നും. വാട്ട് ഈസ് മീൻ ബൈ പ്ലീനറി ജൂറിസ്ഡിക്ഷൻ? പ്ലീനറി ജൂറിസ്ഡിക്ഷൻ എന്താ? പ്ലീനറി പവർ, ഒരു കാര്യത്തിൽ ഒരു അബ്സല്യൂട്ട് പവർ. നമ്മൾ കണ്ടു ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ. പാർലമെന്റിന് എന്ത് ചെയ്യാം? ഇന്ത്യക്കകത്ത് എപ്പോഴത്തെയും എന്ത് നിയമവും സെറ്റ് ചെയ്യാം. അതാണ് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ. ഇന്ത്യൻ ടെറിട്ടറി മൊത്തം പാർലമെന്റിന്റെ ജൂറിസ്ഡിക്ഷനകത്താണ്. അവിടെ പ്ലീനറി പവർ ഉണ്ട്. പ്ലീനറി പവർ മീൻസ് അൾട്ടിമേറ്റ് പവർ ആണ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ആബ്സല്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റ് ഉണ്ട്. പക്ഷേ അവിടെ ചില റെസ്ട്രിക്ഷൻസ് പാർലമെന്റ് ഫേസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഈ യൂണിയൻ ടെറിട്ടറീസിന്റെ കാര്യത്തിൽ പാർലമെന്റ് അല്ല, പലപ്പോഴും പ്രസിഡന്റിന് ഉണ്ടാകുന്ന റൂൾസ് ആണ് അവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ട്രൈബൽ ഏരിയാസ് അല്ലെ ഫിഫ്ത് ഷെഡ്യൂൾ ഏരിയാസ്, സിക്സ്ത് ഷെഡ്യൂൾ ഏരിയാസ് ഉണ്ട്. ആദിവാസി സമൂഹത്തിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരിക്കലും പാർലമെന്റ് പാസ്സാകുന്ന എല്ലാ നിയമവും അവരെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഗവർണറിന്, ആ സംസ്ഥാന ഗവർണറെ വേണം തീരുമാനിക്കാം. ചില കേസിൽ പ്രസിഡന്റിന് തീരുമാനിക്കാം പാർലമെന്റ് പാസ്സാക്കിയ നിയമം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. മനസ്സിലായല്ലോ? അതായത് പാർലമെന്റ് നിയമം, പാർലമെന്റ് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഇന്ത്യ മൊത്തം സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം നാളെ കൊണ്ടുപോയി അല്ലെങ്കിൽ ട്രൈബൽ ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ ട്രൈബൽ പോപ്പുലേഷൻ എക്സ്ട്രീംലി ഹൈ ആയിട്ട് ചില പോക്കറ്റ്സ് ഉണ്ട്, അവിടെ ചടപടാന്ന് കൊണ്ടുപോയി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒക്കത്തില്ല. അത് അവരുടെ ഒരു വേ ഓഫ് ലൈഫിനെ ഇമ്പാക്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ ഗവർണറിന് കോൾ എടുക്കാം. പാർലമെന്റ് പാസ്സാക്കിയ ചില നിയമങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണ്ട എന്ന ഗവർണറിന് അങ്ങ് തീരുമാനിക്കാം. മനസ്സിലായല്ലോ? അപ്പൊ അതുപോലുള്ള ചില റാൻഡം പോയിന്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അപ്പോൾ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും ക്ലിയർ ആയോ? ഇത് കുറെ സോഴ്സുകൾ റെഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് പ്രൈമറി സോഴ്സ് ലക്ഷ്മികാന്ത് തന്നെയാണ്. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പ്ലീസ് ഗോ ത്രൂ ലക്ഷ്മികാന്ത്. അത് ഭയങ്കര അടിപൊളി ടെക്സ്റ്റ് ആണ്. അത് നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ആണ്. എല്ലാം ഒന്നും വേണ്ട, സിലബസിനകത്തുള്ള പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഞാൻ ആ ടെക്സ്റ്റ് ലിങ്ക് ഒന്നും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല. കൊടുത്ത വിചാരിക്കും എനിക്കന്ന് കമ്മീഷൻ ഉണ്ടെന്ന്. ഒരു അഫിലിയേറ്റഡ് പ്രോഗ്രാമും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ കടയിൽ പോയി എവിടെന്നെങ്കിലും വാങ്ങിച്ചാൽ മതി. ഓക്കെ. അപ്പൊ അത്രയാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഞാൻ തൽക്കാലം വീഡിയോ റെക്കോർഡിംഗ് ഓഫ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ അഡ്രസ് ചെയ്യാം. എഗെയിൻ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാർ അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവാൻ മറക്കണ്ട. ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ബൈ.